ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ SC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിലെ അടുത്ത ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ പെർസെന്റേജ്, റേഷ്യോ എന്നീ ചാപ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു നമ്മുടെ അരിത്തമാറ്റിക് മാത്സിലെ വളരെ ബേസിക് ചാപ്റ്ററുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ പ്രധാനമായിട്ടും ഈ ഒരു ഏരിയാസ് ഒക്കെ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. അഥവാ റേഷ്യോ, പ്രത്യേകിച്ച് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്റർ ഒക്കെ ഒരുപാട് ഏരിയയിൽ വരും. റേഷ്യോ, പെർസെന്റേജ് റേഷ്യോ ഉണ്ട്, പെർസെന്റേജ് റേഷ്യോ കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ റേഷ്യോഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലും റേഷ്യോസ് ഉണ്ട്. അതേപോലെ തന്നെ ടൈം ആൻഡ് വർക്കിലും ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലും എല്ലാത്തിനും റേഷ്യോസ് ഉണ്ട്. മെൻസുറേഷനിൽ വരെ റേഷ്യോസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അഥവാ റേഷ്യോയും മെൻസുറേഷനുമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്. അഥവാ കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ റേഷ്യോയിൽ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ അടുത്തൊരു ഏരിയയാണ് പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷൻ വളരെ സിമ്പിൾ ആണ്. മീൻ പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, ഫസ്റ്റ് പ്രൊപ്പോർഷൻ, സെക്കൻഡ് പ്രൊപ്പോർഷൻ, ഫോർത്ത് പ്രൊപ്പോർഷൻ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ചോദിക്കുന്ന കാലങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ റേഷ്യോയില് പ്രധാനമായിട്ടും പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റേഷ്യോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ഒരു 3-4 വർഷം CGLന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് റേഷ്യോയിട്ടുമായിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്. റേഷ്യോ കമ്പൈൻ ചെയ്യുക, അഥവാ ടോട്ടൽ റേഷ്യോയുടെ വാല്യൂ ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ റേഷ്യോസ് കാണാം, ആ രീതിയിൽ റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, ഇൻകം, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് റേഷ്യോയും പെർസെന്റേജും കമ്പൈൻഡ് ആയിട്ടും വരാറുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ കോയിൻസിന്റെ ക്വസ്റ്റ്യൻസ്, അത് റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ആണ്. കോയിൻസ്, നമ്പർ ഓഫ് കോയിൻസിന്റെ ക്വസ്റ്റ്യൻസ് അത് വരാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ അതേപോലെ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട റേഷ്യോയും ഫ്രാക്ഷനും തമ്മിൽ ഉള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഫ്രാക്ഷൻ നമുക്ക് എന്താക്കി എഴുതാം, റേഷ്യോ ആക്കി എഴുതാം. അപ്പൊ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫ്രാക്ഷൻസിൽ വലിയ സ്മാളസ്റ്റ് ഫ്രാക്ഷൻ ഏത്, ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏത്, അതൊക്കെ റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ റേഷ്യോ എന്ന് പറയുന്ന ഏരിയ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്ന, ഒരുപാട് ഏരിയയിലോട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഏരിയ ആണ് റേഷ്യോ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്റർ മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് പല ഏരിയയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വേറൊരു നമ്മുടെ മിക്സർ ആൻഡ് അലിഗേഷൻ ഇല്ല, അതിലൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ LCM ആൻഡ് CF എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. അഥവാ അരിത്തമാറ്റിക് മാത്സിൽ അഡ്വാൻസ് മാത്സിലോട്ട് പോവുകയാണെങ്കിലും എന്തിലുണ്ട്, റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് റേഷ്യോയും പെർസെന്റേജും വളരെ ബേസിക് ആണ്, അത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റേഷ്യോയുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ റേഷ്യോയുമായി ബന്ധപ്പെട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതിലുണ്ട്. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ ടൈം ആൻഡ് വർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയല്ല ആണെന്നല്ല, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് റേഷ്യോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1-2 ക്ലാസ് മാത്രമേ ഇവിടെ മതിയാവുള്ളൂ. അത്ര ക്ലാസ് മതി, കാരണം അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ റേഷ്യോ മാത്രം നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷെ ബാക്കി റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ എങ്ങനെയാണ്, എല്ലാ ഏരിയയിലോട്ടും വ്യാപിച്ചു കിടക്കുന്ന ചാപ്റ്റർ. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു ഏരിയ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? പിന്നെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ്, അത് റേഷ്യോയുടെ സബ് ടോപ്പിക്കാണ്. ഒന്ന് വേറൊരു ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ്, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഏജ് അല്ലെ, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. CGLനൊക്കെ ചിലപ്പോ ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റീസണിംഗ് പോർഷനും വരാറുണ്ട്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ വേറൊരു ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ അതേപോലെ റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് വല്ലാതെ അങ്ങ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഇവിടെ റേഷ്യോ എന്ന ചാപ്റ്ററിന്റെ അണ്ടർ തന്നെ പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോ ഫസ്റ്റ് ചോദ്യം നോക്കാം. ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:7. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് ദി ട്രയാംഗിൾ? അല്ലെ, സിമ്പിൾ ആണ്. ഇതും നമുക്ക് കംപ്ലീറ്റ് റേഷ്യോയും ബന്ധിപ്പിക്കാൻ കഴിയൂല. അത് ട്രയാംഗിൾ അഥവാ നമ്മുടെ
മീൻസ് ജോമെട്രി കൂടി ഇൻക്ലൂഡ് ആണ്. പക്ഷെ എന്താ പറയാ കൂടുതൽ റേഷ്യോയിട്ടുമായിട്ടാണ് കണക്ഷൻ എന്നതുകൊണ്ട് ഞാൻ എന്താ പറയാ ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് റേഷ്യോ ചാപ്റ്റർ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ 2:3:7 എന്താണ് ആണെന്ത് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ കൂട്ടിയാൽ സം ഓഫ് ആൾ ആംഗിൾ എത്രയാണ് 180 ഡിഗ്രിയാണ്. അപ്പൊ 2:3:7 ആണ് റേഷ്യോ എങ്കിൽ 2+3 5, 5+7 എന്താണ് 12. 12 യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കും എന്ത് 12 യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കും 180. 12 യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കും 180. നമുക്ക് വേണ്ട എന്താണ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ലാർജസ്റ്റ് ആംഗിൾ? എത്ര യൂണിറ്റാ? 2 ആണോ 3 ആണോ 7 ആണോ ലാർജസ്റ്റ്? 7 ആണ്. അപ്പൊ 7 യൂണിറ്റിന്റെ വാല്യൂ കാണാം. 12 ഇൻറ്റു എത്രയാ പിന്നെ 180 വരിക? 12 ഇൻറ്റു 15 അല്ലെ 12 ഇൻറ്റു 10 120 ആണ്. 12 ഇൻറ്റു 5 60, 120 60 180. 12 ഇൻറ്റു 15 ആണ് എന്ത് 180. അപ്പൊ 7 ഇൻറ്റു 15 ചെയ്യാം. 7 ഇൻറ്റു 10 70, 7 ഇൻറ്റു 5 35, 70 35 എന്താ വരിക 105 ഡിഗ്രി. ഇതായിരിക്കും എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ആംഗിൾസിന്റെ റേഷ്യോ 2:3:7 ആണ്. അപ്പൊ ടോട്ടൽ എത്ര യൂണിറ്റാ? 12 യൂണിറ്റ്. അതിന്റെ വാല്യൂ 180 ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? സം ഓഫ് ആൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാർജസ്റ്റ് ആംഗിൾ എത്ര യൂണിറ്റാ? 7 യൂണിറ്റ് അല്ലെ? അഥവാ നമ്മൾ ഇങ്ങനെ പറയാം 2x 3x 7x എന്ന രീതിയിൽ 3 ആംഗിൾസ്. അപ്പൊ ടോട്ടൽ 12x. എക്സിന് പകരം യൂണിറ്റ് എന്നുള്ള രീതിയിൽ എടുത്തു എന്നേ ഉള്ളൂ. ക്ലിയർ അല്ല? പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ എന്താ ഇത് 3 അല്ലെ ടോട്ടൽ ആംഗിൾ 180 ആണ്. ഇത് 3 കൂട്ടിയാൽ അത്ര യൂണിറ്റ് അത് ഈക്വൽ ടു 180. 12 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 180. അത് ലാർജസ്റ്റ് എത്ര യൂണിറ്റ്? 7 യൂണിറ്റ്. 7 യൂണിറ്റ് എന്ത് വരും? 105 ഡിഗ്രി വരും. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട്. വളരെ ബേസിക് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യാം. 2x 3x 7x ആ 3 ആംഗിൾസ് എടുക്കും. x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ ടോട്ടൽ എത്ര വരും? 12x. 12xന്റെ വാല്യൂ എന്താ? ടോട്ടൽ ആംഗിളിന്റെ സം 180 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? 180/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 15 വരും. അപ്പൊ ലാർജസ്റ്റ് ആംഗിളോട് 7x ആ. അപ്പൊ 7x എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 15 ഈ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ സിമ്പിൾ എന്താണ് ഈ 2 മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾ തീരെ ക്ലാസ് കാണാത്ത ആൾക്കാരാണെങ്കിലാണ് എന്താ പറയാ ഈ ഒരു മെത്തേഡിലോട്ടൊക്കെ പോയിട്ടുണ്ടാവുക. അതല്ല നിങ്ങൾ എന്താ പറയാ എന്റെ ക്ലാസ് എന്നല്ല, നിങ്ങൾ SSCയുടെ ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു മെത്തേഡ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ക ബിഗിനേഴ്സ് ആണെങ്കിലാണ് ഈ ഒരു മെത്തേഡിലോട്ടൊക്കെ പോവട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്റെ ക്ലാസ് കാണുന്നല്ലേ പറയുന്നത്. എല്ലാവരും ഈ രീതിയിലാണ് പറയാറുള്ളത്. ഈ രീതിയിലൊന്നും പിന്നെ ആരും പറയാറില്ല. കാരണം ഇതൊക്കെ വളരെ എന്താ കൺവെൻഷണൽ, വളരെ ബേസിക് മെത്തേഡാണ്. കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോ കാരണം പിന്നെ ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോ 105 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദ ലോവസ്റ്റ് റേഷ്യോ? താഴെ തന്നിരിക്കുന്നതിൽ ലോവസ്റ്റ് റേഷ്യോ ഏതാണ്? ഇത് നമ്മൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, റേഷ്യോയുടെ മാത്രം ക്വസ്റ്റ്യൻ ഒക്കെ പറയാം. ഓക്കെ, റേഷ്യോയുടെ മാത്രം ക്വസ്റ്റ്യൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ റേഷ്യോ ഒരുപാട് ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓൾറെഡി പറഞ്ഞത് ഉറപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ 8:19. 8:19 എങ്ങനെ എഴുതാം? 8/19 എന്ന് എഴുതാം. 8/19 എന്ന് എഴുതാം. ഇനി ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി 15:30 അങ്ങനെ എഴുതാം. 15/38 എന്ന് എഴുതാം. ഇനി ഓപ്ഷൻ സി 17/38 എന്ന് എഴുതാം. 17/38 എന്ന് എഴുതാം. ഓപ്ഷൻ ഡി 13/19 എന്ന് എഴുതാം. 13/19 എന്ന് എഴുതാം. ക്ലിയർ? ഇതിലെ ഏറ്റവും ലോവസ്റ്റ് റേഷ്യോ, ഏറ്റവും ചെറിയ റേഷ്യോ ഏതാണെന്ന ചോദ്യം. ഓക്കെ, അപ്പോ വലുതും ചെറുതും കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻസില് വലുതും ചെറുതും കാണാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് അറിയാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. ഓക്കെ, ഈ അഥവാ ഒന്നാമത്തെ മെത്തേഡ് ക്രോസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 8/19 ആണോ 5/38 ആണോ വലുത് അല്ലെങ്കിൽ ചെറുതെന്ന് കാണാൻ 5/38 ക്രോസ് ചെയ്യാം. അഥവാ 38x8 ചെയ്യാം. 38x8 അതേപോലെ 19x5 ചെയ്യാം. ഓക്കെ, ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ? ഇവിടെ 19x5 ചെറുത്. അതുകൊണ്ട് ഇവനായിരിക്കും എന്ത് ഇവിടുത്തെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ 38x8 ഇവിടെ വരും. ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്താ 38x8 അത് ഇവിടെ ഇങ്ങോട്ട് ചെയ്താ 19x5 അത് ഇവിടെ ഇങ്ങോട്ട് ചെയ്താ. എന്നിട്ട് ഇതിൽ ചെറുത് ഏതാ? 19x5 അല്ല. അപ്പൊ ഇവനാണ് ചെറുത്. ഓക്കെ, ആ രീതിയിലാണ്. വലുത് ഏതാ? 38x8. അപ്പൊ അവനാണ് വലുത്. ആ രീതിയിലാണ് ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം,
ലോവസ്റ്റും ഹയസ്റ്റ് റേഷ്യോസ് കണ്ടുപിടിക്കുക. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഓരോന്ന് ഇട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതിനേക്കാൾ ഒരു നല്ലൊരു മെത്തേഡ് വേറെ ഉണ്ട്. പക്ഷെ അത് എന്താ പറയാ, ഞാൻ പറയാം എന്തായാലും അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്നല്ല, അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയൊരു പ്രശ്നം. അത് സോൾവ് ചെയ്യാനുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട്, അല്ല അതുകൊണ്ട് പ്രശ്നമില്ല. അഥവാ കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഈ 8നെ 80 മാറ്റുക. 80/19 10 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് അർത്ഥം. 15നെ 150/38, പിന്നെ 17നെ 170/38, ഇനി 13നെ 130/19. 80/19 ചെയ്യുമ്പോ എത്ര പ്രാവശ്യം 19 പോകും? എത്ര പ്രാവശ്യം പോകും? നിങ്ങൾക്ക് ഹരണഫലം മാത്രം നോക്കിയാൽ മതി, ശിഷ്ടം നോക്കേണ്ട ആവശ്യമില്ല, റിമൈൻഡർ നോക്കേണ്ട ആവശ്യമില്ല. എന്താ ക്വയഷ്യന്റ്, ഹരണഫലം നമ്മൾ ക്വയഷ്യന്റ് മാത്രം നോക്കിയാൽ മതി, റിമൈൻഡർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 80/19 ചെയ്യുമ്പോൾ 5 പ്രാവശ്യം പോവോ? 19 ഇല്ല. 5 പ്രാവശ്യം പോവുകയാണെങ്കിൽ എന്താണ്? 95 ആവും. അപ്പൊ 4 പ്രാവശ്യം പോവുള്ളൂ. അപ്പൊ 4. നിങ്ങൾ ശിഷ്ടോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹരണഫലം മാത്രം മതി, അല്ലെങ്കിൽ ക്വയഷ്യന്റ് മാത്രം മതി, റിമൈൻഡർ നോക്കേണ്ട ആവശ്യമില്ല. 4 പ്രാവശ്യം പോവുള്ളൂ. കാരണം 5 പ്രാവശ്യമായി എന്തായി? 95 ആയി. 15 കൂടി, 80നേക്കാൾ 15 കൂടി. അപ്പൊ 4 പ്രാവശ്യം പോവുള്ളൂ. 4 പ്രാവശ്യം പോയാൽ 19 4 76 വരിക. അപ്പൊ ഇവിടെ റിമൈൻഡർ 4 തന്നെയാണ്, പക്ഷെ അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ശിഷ്ടം മാത്രം മതി. ഓക്കെ, സോറി, റിമൈൻഡർ വേണ്ട, നമുക്ക് ഹരണഫലം അല്ലെങ്കിൽ ക്വയഷ്യന്റ് മാത്രം മതി. ഇവിടെ 150/38 പോകുമ്പോ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോവോ? 150/38 5 പ്രാവശ്യം പോവോ? ഇല്ല. 30 × 5 150, 38 അല്ല ഇവിടെ. പിന്നെ 4 പ്രാവശ്യം പോവോ? 38 × 4 30 × 4 120, 8 4 32, 120 32 152 അല്ലെ, കൂടി. അപ്പൊ 4 പ്രാവശ്യം പോകൂല, 3 പ്രാവശ്യം പോവുള്ളൂ. 38 × 4 മക്കളെ 152. 30 × 4 മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 30 × 4 120, പിന്നെ 8 4 32, 120 32 എന്താ? 152. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യില്ല, 4 പ്രാവശ്യം പോകില്ല. അപ്പൊ അതിനേക്കാൾ താഴെ 3 പ്രാവശ്യം പോകുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഹരണഫലം അല്ലെങ്കിൽ ക്വയഷൻ എന്താണ്? 3. നിങ്ങൾക്ക് എന്ത് മാത്രം മതി? ഹരണഫലം മാത്രം മതി. ഓക്കെ, ഇനി ഇവിടെ 150/38 എത്ര പ്രാവശ്യം പോകും? ഇവിടെ 4 പ്രാവശ്യം, 5 പ്രാവശ്യം പോകും? ഇല്ല. 30 × 5 150, 8 40, 5 പ്രാവശ്യം പോയാൽ 190 ആവണം. പക്ഷെ അപ്പൊ 4 പ്രാവശ്യം പോകുള്ളൂ അല്ലെ, 152. ശിഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. 130/19 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോയാൽ 95. 6 പ്രാവശ്യം 19 × 6 16 60 9 54 60 54 114. അപ്പൊ 6 പ്രാവശ്യം പോകും. പിന്നെ അതിനേക്കാൾ 114 അതിനേക്കാൾ കൂടുതൽ പോവോ? 7 പ്രാവശ്യം പോകും. 70 63 ഇല്ല, 6 പ്രാവശ്യം പോവുള്ളൂ. ഓക്കെ, അവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ലോവസ്റ്റ് റേഷ്യോ. ഇവിടുത്തെ ലോവസ്റ്റ് റേഷ്യോ ഏറ്റവും ചെറിയ ഹരണഫലം കിട്ടുന്ന ആരാണ്? ഇവനാണ്. അപ്പൊ ഇവനാണ് എന്ത്? ഏറ്റവും ലോവസ്റ്റ് റേഷ്യോ. അഥവാ 150/30 കറസ്പോണ്ടിങ് ചെയ്ത 15/38. ഓപ്ഷൻ ബി ആണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ, ഏറ്റവും ചെറിയ ഹരണഫലം കിട്ടുന്നത് അവനാണെന്ത്? ലോവസ്റ്റ്. ഓക്കെ, ഏറ്റവും ചെറിയ ഹരണഫലം കിട്ടുന്നത് ഇവിടെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ക്വയഷ്യന്റ് കിട്ടുന്നത് അതായത് ഈ 150/38 ആണ്. ഇങ്ങനെയും കാണാം. ഇവിടുത്തെ ഹയസ്റ്റ് ഏതായിരിക്കും? ഏറ്റവും വലിയ ഹരണഫലം കിട്ടുന്നത് അതായത് 13/19 അല്ലേ ഏറ്റവും വലിയ ഹരണഫലം അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വയഷ്യന്റ്. അപ്പൊ ഇവനാണ് എന്ത്? ഹയസ്റ്റ്. ഇവനാണ് ഇവിടുത്തെ ലോവസ്റ്റ്. അഥവാ ഇവിടെ 15/38 ആണ് എന്ത്? ലോവസ്റ്റ്. ഇനി ഹയസ്റ്റ് അതാ, ഇവനാണ് ഹയസ്റ്റ്, ഏറ്റവും വലുത്, ഹയസ്റ്റ്. നമുക്ക് ചോദ്യം എന്താണ്? ലോവസ്റ്റ് ആണ്, അത് 15/38 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ ഹരണഫലം. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനോട് പോവാം. മൂന്നാമത്തെ ചോദ്യം. The ratio of the number of boys in a school to total number of boys and girls in that school is 7:70. The number of boys in that school is 1099. In how many girls are there in the school? വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലെ. ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ. ബോയ്സ് ഈസ് ടു, ഇവിടെ റേഷ്യോ എന്താണ്? ബോയ്സ് ഈസ് ടു the ratio of number of boys in a school to total number of boys and girls. So boys is to boys plus girls. ഇതിന്റെ റേഷ്യോ ആണ് എന്ത്? 7:17. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോയ്സ് ഈസ് ടു ഗേൾസ് റേഷ്യോ എന്തായിരിക്കും? ബോയ്സ് 7 ആണ്, ടോട്ടൽ ബോയ്സും ഗേൾസും കൂട്ടുമ്പോൾ 17 ആണ്. അപ്പൊ ഗേൾസ് മാത്രം എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലേ? ബോയ്സ് ഈസ് ടു ബോയ്സ് പ്ലസ് ഗേൾസ്
റേഷ്യോ ആണ് എന്ത് 7:17. അതിൽ ബോയ്സ് 7 ആണ്. അപ്പൊ 7 17 ബോയ്സും ഗേൾസും കൂട്ടിയ 17 ആണ്. 17 7 പോയാൽ 10. അപ്പൊ ബോയ്സ് ഈസ് ടു ഗേൾസ് റേഷ്യോ എന്തായിരിക്കും? 7:10 ആയിരിക്കും. ഓക്കെ, 7:10 ആയിരിക്കും. ക്ലിയർ അല്ലേ? If the number of boys in that school is 1099 അല്ലെ, ബോയ്സിന്റെ എണ്ണം 1099. അഥവാ ബോയ്സ് എത്ര യൂണിറ്റാ? 7 യൂണിറ്റ്. 7 യൂണിറ്റ്. അതിന്റെ വാല്യൂ ആണെന്ത്? 1099. 7 യൂണിറ്റ് വാല്യൂ ആണ് 1099. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദാറ്റ് സ്കൂൾ? ആ സ്കൂളിൽ എത്ര ഗേൾസ് ഉണ്ട്? 10 യൂണിറ്റ് ഗേൾസ് ഉണ്ട്. ഓക്കെ, 7 യൂണിറ്റിൽ എത്ര വരും? 10 എത്ര? 7 ഒരു 7. പിന്നെ 39 6 36 വീണ്ടും 46 49 9 7 സോറി ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒരു 7 പിന്നെ 39 എത്ര ചെയ്യാം? 39 എത്ര ചെയ്യാം? 5 35 അത്ര വരുള്ളൂ. 5 പോകുള്ളൂ, 6 പോകില്ല, 5 പോകുള്ളൂ. അഞ്ച് പിന്നെ 49 7 7 വരും. അപ്പോ 7 into 157 ആണ് എന്ത്? 1099. ഓക്കെ, 7 into 157 ആണ് 1099. 10 യൂണിറ്റ് കാണാൻ 10 into 157 എന്ത് വരും? 1570. അപ്പോ ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ സ്കൂൾ? ആ സ്കൂളിൽ എത്ര ഗേൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ 1570. ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അത്രയും ഗേൾസ് ആണെന്ത് ആ സ്കൂളിലുള്ളത്. ഓക്കെ, അപ്പൊ ബോയ്സിന്റെയും ബോയ്സ് ഈസ് ടു ഗേൾസിന്റെയും റേഷ്യോ ആണെന്ത്? 7:17. ബോയ്സ് 7 ആണെങ്കിൽ ഗേൾസ് മാത്രം എത്ര വരും? 10 വരും. ഓക്കെ, ബോയ്സ് എത്ര യൂണിറ്റ്? 7 യൂണിറ്റ്. അതിന്റെ വാല്യൂ 1099. അപ്പൊ ഗേൾസ് 10 യൂണിറ്റ് എത്ര വരും? 1570. ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ത് ഈ തേർഡ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 4ാമത്തെ ചോദ്യം. വീണ്ടും നേരത്തെ നമ്മൾ 2ാമത്തെ ചോദ്യം കണ്ട പോലെ തന്നെ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇസ് ദ സ്മാളസ്റ്റ് റേഷ്യോ? എങ്ങനെ നമ്മൾ ചെയ്യാം? 5:6 50:6 എന്നാക്കും. 7:9 70/9 എന്നാക്കും. അല്ലെ, 11/12 110/12 എന്നാക്കും. 13/18 130/18 ആക്കും. എന്നിട്ട് ഹരണഫലം മാത്രം കാണും. ഇവിടെ എന്താ വരിക? ഹരണഫലം 50 എത്ര? 6 പോവും. എന്താണ്? 8 6 48 8 പ്രാവശ്യം പോകും. 70/9 6 9 63 7 9 72 6 പ്രാവശ്യം പോകുള്ളൂ. സോറി 7 9 63 7 പ്രാവശ്യം. 8 9 72. ഓക്കെ, സോറി 7 പ്രാവശ്യം. 110/12 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യമായാൽ 120. അപ്പോ എന്താണ്? 9 പ്രാവശ്യം പോകും. 9 പ്രാവശ്യം. 130/18 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം ആകുമ്പോ 90. 6 പ്രാവശ്യം ആകുമ്പോ 108. 7 പ്രാവശ്യം ആകുമ്പോ 108 10 118 118 8 അപ്പൊ ഏകദേശം 7 പ്രാവശ്യം അല്ലെ? 126 വരും. 126. 17 70 8 56 70 56 126 7 പ്രാവശ്യം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? സ്മാളസ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ 70/9 നോക്കുമ്പോഴും ഇവിടുത്തെ ഹരണഫലം 7 ആണ്. 130/18 നോക്കുമ്പോഴും ഹരണഫലം 7 ആണ്. അപ്പൊ സ്മാളസ്റ്റ് വേണ്ടത്. ഇവിടുത്തെ സ്മാളസ്റ്റ് തന്നെയാണ് 7 തന്നെയാണ്. എന്ത്? ഏറ്റവും ചെറിയ ഹരണഫലം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോഷ്യന്റ് അത് 7 തന്നെയാണ്. അത് 70/9 നോക്കുമ്പോഴും 7 ആണ്. 130/18 നോക്കുമ്പോഴും 7 ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും സ്മാളസ്റ്റ് ഏതാ? എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് വേറൊരു മെത്തേഡ് കൂടി അറിയാം അല്ലെ? 10 കൊണ്ട് ഗുണിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഹരണഫലം നോക്കുന്ന മെത്തേഡ് മാത്രമല്ല, വേറൊരു മെത്തേഡ് കൂടി അറിയാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് എന്താണ്? ക്രോസ് മെത്തേഡ്. അഥവാ ഇപ്പൊ ഇവിടെ 70/9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാണ്? 7/9. അതേപോലെ 130/18 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 13/18. ഇത് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോ 13 × 9 എന്താ വരിക? 19 90 3 27 90 27 117. ഇനി 18 × 7 17 70 8 56 70 56 എന്ത് വരും?
126 വരും, 126 അല്ലെ. ഓക്കെ, അപ്പോ ഈ 126 ആണോ 117 ആണോ ഏറ്റവും ചെറുത്? 126 ആണോ 117 ആണോ ചെറുത്? എന്താണ് 117 ചെറുത്? അപ്പൊ 117 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 13/18 തന്നെയായിരിക്കും എന്ത് നമ്മുടെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് വരിക? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 117 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 13/18 തന്നെയാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. അപ്പൊ എങ്ങനെ നോക്കേണ്ടത്? നിങ്ങൾ 5/6 50/6 എന്ന് എഴുതി, 7/9 70/9 എന്ന് എഴുതി, 11/12 110/12 എന്ന് എഴുതി, 13/18 130/18 എന്ന് എഴുതി. എന്നിട്ട് അതിന്റെ ഹരണഫലം കണ്ടെത്തി. ഹരണഫലം കണ്ടെത്തി അതിൽ ഏറ്റവും ചെറിയ ഹരണഫലം ഏതാണ് അവനാണ് ഏറ്റവും ചെറുത്. പക്ഷെ ഇവിടെ 2 7 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ള മെത്തേഡ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഓക്കെ എന്താവട്ടെ, എന്ത് ചെയ്യാം, നമ്മൾ ഫോളോ ചെയ്യേണ്ട രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. അഥവാ 7/9 13/18 തമ്മിലാണ് ഇവിടെ ക്ലാഷ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ 126, ഇവിടെ 117. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? 117 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 13/18 ആണ് എന്ത് ഇവിടെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? അത് ബി 13/18 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അവിനാഷ് മന്ത്ലി സാലറി is 50,000 and his monthly expenditure is 18,000. Radha's monthly salary is 60,000 and her monthly expenditure is 24,000. Find the ratio of Radha's savings to Avinash and the savings. Simple ആണ്. ആദ്യം അവിനാഷിന്റെ സേവിങ്സ് എങ്ങനെ കാണാം? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ അല്ലേ. അവിനാഷിന്റെ ഇൻകം എത്രയാ? 50,000, 50K എന്ന് കൊടുക്കാം. എക്സ്പെൻസോ 18,000 മൈനസ് 18K. അപ്പൊ സേവിങ്സ് എന്തായിരിക്കും? 50K മൈനസ് 18K എന്ത് വരും? 32K ആണ് സേവിങ്സ്. ഇനി അടുത്ത ആള് രാധയുടെ ഇൻകം എത്രയാ? ഇൻകം 60K, എക്സ്പെൻസോ 24K, സേവിങ്സോ 60 മൈനസ് 24 എന്ത് വരും? 36, 36K ആണ് സേവിങ്സ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് റേഷ്യോ ഓഫ് രാധ സേവിങ്സ് ടു അവിനാഷ് സേവിങ്സ്. ശ്രദ്ധിക്കണോ, ആരാണ് ഫസ്റ്റ്? രാധയാണ് ഫസ്റ്റ്, അവിനാഷ് അല്ല. രാധയുടെ സേവിങ്സും അവിനാഷിന്റെ സേവിങ്സ് തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് രാധ സേവിങ്സ് ടു അവിനാഷ് സേവിങ്സ്. അപ്പോ 36K ഈസ് ടു 32K. ഈ K എന്നത് ഈ 1000 പകരം ഇട്ടാട്ടോ, അതിന് രണ്ട് ആവശ്യമില്ല, ജസ്റ്റ് ഇട്ടതാ. അപ്പൊ ഈ കെയും ക്യാൻസൽ ആയിട്ട് പോകും. 36/32 ചെറുതാക്കുമ്പോ എത്ര പ്രാവശ്യം പോകും? എത്ര പ്രാവശ്യം? 9 4 36, 8 4 32. 4 കൊണ്ട് ക്യാൻസൽ ആക്കിയാൽ എന്ത് വരും? 9/8 ഫസ്റ്റ് ഓപ്ഷൻ വരും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അവിനാഷിന്റെ മന്ത്ലി സാലറി 50,000 50K, സേവിങ്സ് 80,000 18K. അപ്പൊ 50K മൈനസ് 18K എന്ത് വരും? 32K ആണ്. സോറി, എക്സ്പെൻസ് ആണ് 18K. അപ്പൊ 50K മൈനസ് 18K 32K ആണ് എന്ത്? സേവിങ്സ്. രാധയുടെ കേസിൽ 60K ഇൻകം, 24K എക്സ്പെൻസ്. അപ്പൊ 60 മൈനസ് 24K 36K ആണ് എന്ത്? രാധയുടെ സേവിങ്സ്. അപ്പോ രാധയുടെയും അവിനാഷിന്റെയും സേവിങ്സിന്റെ റേഷ്യോ ആണ്. അപ്പൊ 36K ഈസ് ടു 32K ചെറുതാക്കി എന്ത് വരും? 9/8. അതായിരിക്കും എന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആറാമത്തെ ചോദ്യം ഇതാണ്. ഇതാണ് പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ പറയാറുണ്ട് ഇതൊക്കെ റേഷ്യോയുടെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രൊപ്പോർഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്റർ അല്ല, അതിൽ പ്രൊപ്പോർഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് ഈ ഒരു മീൻ പ്രൊപ്പോർഷനും തേർഡ് പ്രൊപ്പോർഷനും കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം അറിയാലോ, രണ്ട് രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഞാൻ ജസ്റ്റ് തിയറി പറയാം. A is to B പ്രൊപ്പോർഷണൽ ടു C is to D ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A/B is equal to C/D എന്ന് എഴുതാം. അപ്പോ AD is equal to BC എന്ന് എഴുതാം. ഇതാണ് ബേസിക് ഫോർമുല. ഇതിൽ A ഫസ്റ്റ് പ്രൊപ്പോർഷൻ ആണ്, B സെക്കൻഡ് പ്രൊപ്പോർഷൻ ആണ്, C തേർഡ് പ്രൊപ്പോർഷൻ ആണ്, D ഫോർത്ത് പ്രൊപ്പോർഷൻ. ഒരിക്കൽ കൂടി പറയാം. A ഫസ്റ്റ് പ്രൊപ്പോർഷൻ, B സെക്കൻഡ് പ്രൊപ്പോർഷൻ, C തേർഡ് പ്രൊപ്പോർഷൻ, D ഫോർത്ത് പ്രൊപ്പോർഷൻ. ഇനി വേറൊന്ന് കൂടിയുണ്ട്, അഥവാ A is to B പ്രൊപ്പോർഷണൽ ടു B is to C. അഥവാ 3 വാല്യൂ ഉള്ളൂ. ആ രീതിയിൽ വന്ന് എങ്ങനെ വരിക? A/B is equal to
ബി ബൈ സി. അപ്പോ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി എന്ന് വരും. ബി സി ഈക്വൽ ടു എന്ത് വരും? റൂട്ട് എ സി എന്ന് വരും. അഥവാ ബി സി ഈക്വൽ ടു റൂട്ട് എ സി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഈ ബി ആണ് ഇവിടെ മീൻ പ്രൊപ്പോർഷൻ. ഇവിടെ എ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, ബി മീൻ പ്രൊപ്പോർഷൻ ആണ്, സെക്കൻഡ് പ്രൊപ്പോർഷൻ അല്ല. ബി എന്താണ്? മീൻ പ്രൊപ്പോർഷൻ ആണ്. സി തേർഡ് പ്രൊപ്പോർഷൻ ആണ്. എ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, ബി മീൻ പ്രൊപ്പോർഷൻ ആണ്, സി തേർഡ് പ്രൊപ്പോർഷൻ ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോ ഈ രീതിയിൽ വരും. അപ്പൊ എ ബൈ ബി സി ഈക്വൽ ബി ബൈ സി. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. നിങ്ങൾ ഇത് പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. ഓക്കെ. അല്ല, ഇത് സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. what is the ratio of mean proportion between 1.6 and 3.6? അപ്പൊ മീൻ പ്രൊപ്പോർഷൻ കാണാം. റൂട്ട് എ സി, ബി സി റൂട്ട് എ സി അല്ലേ? അപ്പൊ റൂട്ട് 1.6 ഇൻറ്റു 3.6. മീൻ പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ ആ രണ്ട് സംഖ്യ റൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് 1.6 ഇൻറ്റു അല്ലെ, ഇതിന്റെ രണ്ടിന്റെയും എന്താ റൂട്ട് എടുത്താൽ മതി. ഇൻറ്റു ചെയ്ത് റൂട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് മീൻ പ്രൊപ്പോർഷൻ കാണാം. അപ്പോ റൂട്ട് ഓഫ് 1.6 ഇൻറ്റു 3.6. അപ്പൊ 1.6 നമുക്ക് എങ്ങനെ എഴുതാം? 16 എന്ന് എഴുതാം. 3.6 36 എന്ന് എഴുതാം. അഥവാ എന്ത് ചെയ്തു? മുകളിൽ ഒരു 100, ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചു അല്ലെ? അപ്പൊ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോ ഇവിടെ 16 ബൈ, ഇവിടെ 16നെ 10 കൊണ്ട് ഗുണിക്കുമ്പോ ഒരു 10 ഡിവൈഡ് ചെയ്യണം അല്ലെ? ഇവിടെ 36 10 കൊണ്ട് ഗുണിക്കുമ്പോ 10 ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരിക 16 ഇൻറ്റു 36 ബൈ 100. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാ. ഇതിൽ 16ന്റെ റൂട്ട് എന്താ? 4. 36ന്റെ റൂട്ട് എന്താ? 6. ഡിവൈഡ് ബൈ 100ന്റെ റൂട്ട് എന്താ? 10. 6 4 24. 24 ബൈ 10 എന്ത് വരും? 2.4 അല്ലെ? 24 ബൈ 10 2.4 വരും. ക്ലിയർ അല്ലേ? അപ്പോ മീൻ പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് ആ രണ്ട് സംഖ്യ അതാ എടുക്കേണ്ടത്. അപ്പൊ റൂട്ട് ഓഫ് 1.6 ഇൻറ്റു 3.6. അപ്പൊ 1.6 16 ബൈ 10 എഴുതി, 3.6 36 ബൈ 10 എഴുതി. ഓക്കെ. അപ്പൊ റൂട്ട് ഓഫ് 16 ഇൻറ്റു 36 ബൈ 100 വരും. അപ്പോ ഇവിടെ 16 റൂട്ട് 4, 36 റൂട്ട് 6, 100 റൂട്ട് 10. അപ്പൊ 4 ഇൻറ്റു 6 ബൈ 10 എന്ത് വരും? 2.4 വരും. ഓക്കെ. ഇനി തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 5 and 8. ഇങ്ങനെ വന്നാൽ മക്കളെ ഇവിടെ ആകെ 2 വാല്യൂ ഉള്ളൂ. എന്നിട്ട് മൂന്നാമതൊരു വാല്യൂ കാണാൻ പറയുന്നുണ്ട്. അത് അപ്പൊ ഏതായിരിക്കും ഇക്വേഷൻ? എ ബൈ ബി സി ഈക്വൽ ടു ബി ബൈ സി. ഇതായിരിക്കും ഇക്വേഷൻ. 3 വാല്യൂ തന്നിട്ട് 4ാമത്തെ വാല്യൂ കാണാൻ പറഞ്ഞാലാണ് ഈ രീതിയിലോട്ട് പോവുക. എ ബൈ ബി സി ഈക്വൽ ടു സി ബൈ ഡി. ഇവിടെ മക്കളെ ആകെ 2 വാല്യൂസേ ഉള്ളൂ. എന്നിട്ട് ഒരു 3ാമത്തെ വാല്യൂ കാണാൻ പറയുന്നുണ്ട്. അപ്പൊ വരേണ്ട ഇക്വേഷൻ, അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എ ബൈ ബി സി ഈക്വൽ ടു ബി ബൈ സി. അപ്പൊ ഇങ്ങനെ വരിക. നമുക്ക് തേർഡ് പ്രൊപ്പോർഷൻ വേണ്ടത്. അപ്പോ ഇത് ഫസ്റ്റ് പ്രൊപ്പോർഷൻ ആണ്, ഇത് സെക്കൻഡ് പ്രൊപ്പോർഷൻ ആണ് അല്ലെ? അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് പ്രൊപ്പോർഷൻ ആണ്, ഇത് മീൻ പ്രൊപ്പോർഷൻ ആണ്. രണ്ടാമത് വരുന്നത് ബി എന്തായിരിക്കും? ഇവിടെ മീൻ പ്രൊപ്പോർഷൻ. അപ്പൊ ഇങ്ങനെ വരിക 5/8 ഈക്വൽ ടു 8 ബൈ തേർഡ് പ്രൊപ്പോർഷൻ. നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം, അല്ലെങ്കിൽ സി എന്ന് കൊടുക്കാം. തേർഡ് പ്രൊപ്പോർഷൻ സി ആയതുകൊണ്ട് സി എന്ന് കൊടുക്കാം. സി സി ഈക്വൽ ടു എന്ത് വരും? സി സി ഈക്വൽ ടു ഇതാ, ഈ സി ഇങ്ങോട്ട് പോന്നാൽ 8 ഇൻറ്റു 8 ബൈ 5. 8 ഇൻറ്റു 8 എന്താ? 64. 64 ബൈ 5 എന്ത് വരും? ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഡബിൾ എടുത്തിട്ട് ഒരു സ്ഥാനം മാറി പോയിന്റ് ഇട്ടാൽ മതി. അഥവാ 64 ബൈ 5 എന്ന് പറയുമ്പോൾ ഈ 64 ഡബിൾ എടുക്കാൻ തരും 128. 128 ഒരു സ്ഥാനം മാറി പോയിന്റ് ഇടുമ്പോൾ തരും 12.8. ക്ലിയർ അല്ലേ? അപ്പൊ സി എന്ത് വരും? 12.8. ക്ലിയർ. അപ്പോ എന്താണ് റേഷ്യോ? എന്താ വരിക? 2.4:12.8. ഇതാണ് എന്ത്? നമ്മുടെ റേഷ്യോ. ഓക്കെ. 2.4:12.8. അപ്പൊ 24/128 എന്ന് എഴുതാം. 24:128 എന്ത് വെച്ച് ക്യാൻസിലാക്കാം? 8 വെച്ച് ക്യാൻസിലാക്കാം. ഇവിടെ 8 വെച്ച് വേണം. 3/4. ഇവിടെയോ 128ലോ 1/8. പിന്നെ 48ല് 6/48. അപ്പൊ 3:16 ആയിരിക്കും എന്ത് നമ്മുടെ ആൻസർ. തേർഡ് ഓപ്ഷൻ ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 3:16 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 1.6 and 3.6 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1.6 into 3.6. അപ്പോ ഇവിടെ 1.6നെ 16/10, 3.6നെ 36/10 അങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് 16 into 36/100. 16 റൂട്ട് 4, 36 റൂട്ട് 6, 100 റൂട്ട് 10. അപ്പൊ എന്തൊരു 2.4. 2.4 പിന്നെ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് എന്താണ് 5 and 8. ഇപ്പൊ 5/8 is equal to 8/c. C is equal to എന്ത് വരും? 12.8. ഓക്കെ. അപ്പൊ എന്താ വരിക? 2.4:12.8. അതാണ് റേഷ്യോ വരിക.
3:16 ആയിരിക്കും എന്ത് നമ്മൾ ഈ 6th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 7ാമത്തെ ചോദ്യം വീണ്ടും അതേപോലെ തന്നെ. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഫോർത്ത് പോർഷൻ ഓഫ് 2, 5, 6 ആൻഡ് ഫോർത്ത് പോർഷൻ ഓഫ് 6, 8, 9? ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് 3 വാല്യൂ തന്നിട്ട് 4ാമതൊരു വാല്യൂ ആണ് കാണാൻ പറഞ്ഞു. രണ്ട് കേസിൽ അങ്ങനെയാ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാ? a/b is equal to c/d. b/c അല്ല, c/d അല്ലെ? അപ്പൊ യൂസ് ചെയ്യേണ്ടത് ഇക്വേഷനാ. 3 വാല്യൂ തന്നിട്ട് 4ാമത്തെ വാല്യൂ കാണാൻ പറഞ്ഞു. അപ്പൊ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ a/b is equal to c/d. അപ്പൊ എങ്ങനെ വരിക? 2/5 is equal to, ഇത് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലുണ്ടായാൽ മതി. 2/5 is equal to 6/d. ഇപ്പൊ d എന്ത് വരും? d is equal to 5 into 6 30. 30/2 15 വരും. d എന്ത് വരും? 15 വരും. അപ്പൊ ഇവിടുത്തെ ഫോർത്ത് പോർഷൻ 15 ആണ്. ഇനി അടുത്തത് 6, 8, 9. അങ്ങനെ ഇതാ 6/8 is equal to 9/d. ഓക്കെ, ഇവിടെ d1 എന്ന് കൊടുക്കുക, വേണമെങ്കിൽ മാറിപ്പോകാതിരിക്കുക. ഇവിടെ d2. ഓക്കെ, അവിടെയും ഫോർത്ത് പോർഷൻ d2 എന്ത് വരും? d2 എന്ത് വരും? ഇതാ 8 into 9 72. 72/6 എന്ത് വരും? 6, 6, 12, 2. ഓക്കെ, 12 വരും. ഓക്കെ, 12 വരും. നമ്മൾ റേഷ്യോ എന്താ വരിക? 15:12. എത്ര 3 ഉണ്ട്? 5, 3, 15, 4, 3, 12. അപ്പൊ 5:4 ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഫോർത്ത് പോർഷണൽ ടു 2, 5, 6 ആൻഡ് ഫോർത്ത് പോർഷണൽ ഓഫ് 6, 8 ആൻഡ് 9? അപ്പോ a/b is equal to c/d എന്ന് എഴുതാം. 2/5 is equal to 6/d. അപ്പൊ d എന്ന് വരും? 15. അതേപോലെ 6/8 is equal to 9/d. അപ്പൊ d എന്ന് വരും? 12. അപ്പൊ റേഷ്യോ എന്താ വരിക? 15:12. ചെറുതാക്കിയാൽ 5:4. അതാണ് എന്ത് നമ്മുടെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 8ാമത്തെ ചോദ്യം. ഓക്കെ, the number of books on mathematics, physics and chemistry in the university library is the ratio 8:5:9. There is a proposal to increase these books by 10%, 5%, 5% respectively. What will be the ratio of number of book after the increment? വളരെ ഇത് ശരിക്കും റേഷ്യോയും പെർസെന്റേജും കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ ബുക്കുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്, ലൈബ്രറിയിലെ ബുക്കുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 8:5:9 ആണ്. നമ്മളത് നമുക്ക് പെർസെന്റേജ് കാണണം. ഇവിടെ പെർസെന്റേജ് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഒരു 100 കൊണ്ട് ഗുണിക്കണം, അല്ലെ? റേഷ്യോ കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് ഗുണിച്ചെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റം വരില്ല. അപ്പൊ എന്ത് വരും? 800, ഇവിടെ 500, ഇവിടെ 900. അപ്പൊ ഇതാണ് എന്താണ് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും തമ്മിലുള്ള ബുക്കുകളുടെ എണ്ണം. 800, 500, 900 എന്ന രീതിയിൽ എടുത്തു. കാരണം അവിടെ നമുക്ക് 8:5:9 റേഷ്യോ കിട്ടിയാൽ മതി. ഇങ്ങനെ എടുത്താൽ ആ റേഷ്യോയിൽ വരും. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്തായി? അല്ലെ, മാത്സ് 10% ഇൻക്രീസ് ആയി. മാത്സിന്റെ എണ്ണം 10% ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പോ എന്ത് വരും? മാത്സിന്റെ എണ്ണം 10% ഇൻക്രീസ് ആയാൽ 800ന്റെ 10% എന്താ? 80 ആണ്. അപ്പൊ 800, 80 കൂടിയിട്ട് എത്ര ബുക്കാവും? 850 ബുക്കാവും, അല്ലെ? മാത്സിന്റെ എണ്ണം 10% ഇൻക്രീസ് ആയാൽ 800, 80 കൂടിയിട്ട്, അല്ലെ? 800ന്റെ 10% എന്താ? 80 ആണ്. മാത്സ് 800 അല്ലേ? അപ്പൊ 850 ആവും. പിന്നെ എന്താണ്? ഫിസിക്സ് 5% ഇൻക്രീസ് ആയി. അപ്പോ 500ന്റെ 5% എന്താ? 10% 50 ആണ്. അപ്പൊ 5% എന്താ വരിക? 25, അല്ലെ? 10% കാണാൻ ഒരു സ്ഥാനം മാറി പോയിന്റ്. അപ്പൊ 50 വരും. അപ്പൊ 5% അതിന്റെ പകുതി 25. അപ്പോ 500ഉം 25 വരും? 525. ക്ലിയർ അല്ലേ? 500ഉം 25ഉം 525. 900ന്റെ 5%, 10% എന്താണ്? 19 ആണ്. 5% വരും? 45 വരും. അപ്പൊ 90 + 45 എന്താ വരിക? 90 + 45 എന്ത് വരും? 945. 945. ക്ലിയർ അല്ലേ? ഇനി എന്താ നമുക്ക് ഇവിടെ 880:525:945. അതാണ് എന്ത്? ഇൻക്രിമെന്റിന് ശേഷമുള്ള റേഷ്യോ. 880:525:945. അതാണ് എന്ത്? ഇൻക്രിമെന്റിന് ശേഷമുള്ള റേഷ്യോ. അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കി, ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ലല്ലോ, ചെറുതാക്കി നോക്കാം.
5 ക്യാൻസൽ ആക്കാം. ഇവിടെ ഒരു 5, പിന്നെ 38 7 5 35, പിന്നെ 30 6 5 176 ആയി. ഇപ്പൊ 176 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ആൻസർ. കംപ്ലീറ്റ് നോക്കേണ്ട ആവശ്യമില്ല. സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നിങ്ങൾ എക്സാം ചെയ്യുമ്പോൾ ഇവിടെ 5 നോക്കാം. ഒരു 5 5 2 പോവില്ല. 25 5 5 25 105 വരും. സെയിം തന്നെ. 945 ഒരു 5 5 44, പിന്നെ 8 5 40, പിന്നെ 45 9 180 വരും. 176 105 189 ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യമാണ്. മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും എണ്ണത്തിന്റെ റേഷ്യോ 8:5:9. അപ്പൊ 800 500 900. അത് 10%, 5%, 5% എന്നിങ്ങനെ കൂടി. അപ്പൊ 850 525 945 ആവും. അപ്പൊ അതിന്റെ റേഷ്യോ ഫൈനൽ റേഷ്യോ തരും 176 105 189. അതായിരിക്കും അത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. 9ാമത്തെ ചോദ്യം. ഈസ് A is to B is equal to C is to D, then which of the following ratio is equal to A is to C? ശ്രദ്ധിക്കുക. A is to B is equal to C is to D. ഓക്കെ, ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. ഞാൻ എന്താ ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. A is to B is equal to C is to D. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A by B is equal to C by D എന്ന് എഴുതിക്കൂടെ? നമുക്ക് എന്താ വേണ്ടത്? A is to C ആ, അഥവാ A by C ആ വേണ്ടത് അല്ലെ? അപ്പൊ A by C എന്താ വരിക? A by C എന്നുള്ളത് ഇതാ. ഈ C ഇങ്ങോട്ട് പോന്നാൽ B by D വരും. B by D, A by C എന്ന് വരും, B by D വരും. B by D ഓപ്ഷനിലുണ്ടോ? അഥവാ B is to D എന്ന ഓപ്ഷനിലുണ്ടോ? B by D എന്താ? B is to D. B is to D ഓപ്ഷനിലില്ല. ഇവിടെ A is to D ഉണ്ട്, B is to C ഉണ്ട്, പിന്നെ A plus D is to B plus C ആണ്, A plus B is to C plus D ആണ്. B is to D ഓപ്ഷൻ ഇല്ല. അപ്പോ ഇത് ആൻസർ ആണ്, ശരിയാണ്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് ആൻസർ ആണ്. പക്ഷെ അത് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ രീതിയിൽ നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ A by B is equal C by D അല്ലെ? ഇത് രണ്ട് സൈഡിൽ ഒരു 1 ആഡ് ചെയ്യാം, 1 ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും A by B plus 1 is equal to C by D plus 1. രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം? ഒരു 1 ആഡ് ചെയ്യാം. ജസ്റ്റ് ഇപ്പൊ രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്തിട്ട് ഇതും ക്യാൻസൽ ആയിട്ട് പോകും, ഇതും ക്യാൻസൽ ആയിട്ട് പോകും. പ്രത്യേകിച്ച് ആ വാല്യൂവിൽ മാറ്റൊന്നും വരില്ല. ഓക്കെ, നമുക്ക് എന്താ സിമ്പിൾ ആയിട്ട് രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ചെയ്യാം, ഇത് കൂട്ടുക. A plus B by B വരും അല്ലെ? ഇത് കൂട്ടി എന്ത് വരും? A plus B 1 into A plus B by B, അതേ is equal to C plus D by D. ഓക്കെ, ഇനി B by D കാണും. B by D B ഇങ്ങോട്ട് പോകുന്നു, D. അപ്പോ എന്തുവരും? A plus B by C plus D. B by D എന്താണ്? A plus B by C plus D ആണ്. മക്കളെ ഈ B by D തന്നെയാണ് എന്ത്? B by D യും A by C യും സെയിം അല്ലേ? B by D തന്നെയാണ് A by C. അപ്പൊ എന്ത് പറയാം? A is to C എന്നുള്ള റേഷ്യോ A plus B is to C plus D ആണെന്ന് പറയാം. ഏതാണ് ആൻസർ? 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, A is to B എന്നുള്ള റേഷ്യോ A plus B is to C plus D ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? 4th ഓപ്ഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇവിടെ A is to B is equal to C is to D ആയിരുന്നു. ഇങ്ങനെ ഇതാ A by B is equal to C by D. അപ്പൊ നമുക്ക് വേണ്ടത് A by C ആണ്. A is to C എന്ന് പറയുമ്പോൾ A by C കാണുമ്പോൾ B is to D എന്ന് വരും, B by D എന്ന് വരും, അല്ലെങ്കിൽ B is to D എന്ന് വരും. അത് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് വേറെ രീതിയിൽ ചിന്തിക്കുക. അഥവാ ഇവിടെ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യാം. A by B plus 1 is equal to C by D plus 1. അപ്പൊ എന്ത് വരും? A plus B by B is equal to C plus D by D. അപ്പൊ A by C എന്ത് വരും? അല്ലെങ്കിൽ B by D എന്ത് വരും? B by D is equal to A plus B by C plus D. ആ B by D തന്നെയാണ് എന്ത്? A by C. ഓക്കെ, അപ്പൊ എന്ത് വരും? A എന്ത് വരും? A plus B is to C plus D എന്ന് വരും. 4th ഓപ്ഷൻ ആണ് എന്ത്? ഈ 9ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനോട് പോകാം. 10ാമത്തെ ചോദ്യം. The cost of a piece of a diamond varies with the square of its weight. A diamond of Rs 6084 value is cut into 3 pieces whose weight are in the ratio 3:2:1. Find the loss involved in the cutting. Okay. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സെന്റൻസ് വായിക്കാം.
ദ കോസ്റ്റ് ഓഫ് എ പീസ് ഓഫ് ഡയമണ്ട് വേരീസ് വിത്ത് ദ സ്ക്വയർ ഓഫ് വെയിറ്റ്. സ്ക്വയർ ഓഫ് വെയിറ്റ് അഥവാ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ്, ആ ഡയമണ്ടിന്റെ പ്രൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെയിറ്റിന്റെ സ്ക്വയർ എന്ന് പറയാം അല്ലെ. ദ കോസ്റ്റ് ഓഫ് പീസ് ഓഫ് ഡയമണ്ട് വേരീസ് വിത്ത് സ്ക്വയർ ഓഫ് ദി വെയിറ്റ്. അപ്പൊ ഡയമണ്ടിന്റെ പ്രൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറയാം, എന്ത് പറയാം, ഡയമണ്ടിന്റെ പ്രൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെയിറ്റ്, വെയിറ്റിന്റെ സ്ക്വയർ ആണ്. അപ്പോ പി ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രൈസ്, പി എന്ന് പറയുന്നത് പ്രൈസ് ആണ്, പ്രൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റിന്റെ സ്ക്വയർ. ഓക്കെ, പ്രൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റിന്റെ സ്ക്വയർ, ഈ രീതിയിൽ വരും. ക്ലിയർ അല്ലേ? അത് 3 പീസായി കട്ടാക്കി, ആ പീസിന്റെ റേഷ്യോ എന്താ, 3:2:1. ഓക്കെ, അപ്പോ എന്റെ ചോദ്യം ഇതാണ്, 3:2:1 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട്? 3 + 2 5, 5 + 1 6, 6 യൂണിറ്റ് ഉണ്ട് എന്ത് ഇതിന്റെ വെയിറ്റ്, 6 യൂണിറ്റ് ആണ് ഇതിന്റെ വെയിറ്റ് അല്ലെ. ഗൂസ് വെയിറ്റ് ആണ് ഇതിന്റെ റേഷ്യോ 3:2:1. 6 യൂണിറ്റ് ആയിരുന്നു ആദ്യം ഇതിന്റെ വെയിറ്റ്. പിന്നെ അത് കട്ട് ചെയ്തിട്ട് 3:2:1 ആ യൂണിറ്റിലോട്ട് ഇങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ആദ്യം 6 യൂണിറ്റ് ആണുള്ള വെയിറ്റ്. അപ്പൊ അതിന്റെ പ്രൈസ് എന്തായിരിക്കും? പ്രൈസ് വെയിറ്റിന്റെ സ്ക്വയറിനല്ല പ്രൊപ്പോർഷനില്, പ്രൈസ് എന്തായിരിക്കും? പ്രൈസ് 6 യൂണിറ്റിന്റെ സ്ക്വയർ 36 യൂണിറ്റ് ആയിരിക്കും. ആ യൂണിറ്റിന്റെ സ്ക്വയർ എടുക്കരുത് കേട്ടോ, 36 യൂണിറ്റ്, അല്ലെങ്കിൽ ആ യൂണിറ്റിന്റെ സ്ക്വയർ എടുക്കരുത്. ആദ്യം 6 ആണ് പ്രൈസ്. ഓക്കെ, അപ്പൊ 6 ആണ് വെയിറ്റ്. അപ്പൊ അതിന്റെ പ്രൈസ് എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ 36 യൂണിറ്റ് ആയിരിക്കും. 6 യൂണിറ്റുകൾ 36 യൂണിറ്റ് ആയിരിക്കും അപ്പൊ അതിന്റെ പ്രൈസ്. പിന്നെ അത് സിംഗിൾ യൂണിറ്റ് ആക്കി. സിംഗിൾ യൂണിറ്റ് ആക്കുമ്പോൾ ഓരോന്നിന്റെ പ്രൈസ് എന്തായിരിക്കും? ഇപ്പൊ 3ന്റെ സ്ക്വയർ 9 പ്ലസ് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1ന്റെ സ്ക്വയർ 1, 14 യൂണിറ്റ് അല്ലെ. അപ്പൊ 36 യൂണിറ്റ് പ്രൈസിലുള്ളത് 14 യൂണിറ്റ് പ്രൈസിലോട്ട് മാറി. അഥവാ ഇവിടെ 36 - 14, 22 യൂണിറ്റ് എന്താണ്? നഷ്ടമാണ്. 22 യൂണിറ്റ് നഷ്ടമാണ്. നമുക്ക് വേണ്ടത് ലോസ് ഇൻവോൾവ്ഡ് ഇൻ ദ കട്ടിങ് അല്ലെ, കട്ടിങ്ങിലുള്ള ലോസ് ആണ്. അപ്പൊ 22 യൂണിറ്റ് ആണ് ഇവിടെ നഷ്ടം വരുന്നത്. ഓക്കെ, കട്ടിങ്ങിലുള്ള ലോസ് എന്ന് പറയുമ്പോൾ 22 യൂണിറ്റ് ആണ് നഷ്ടം. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം 6084 രൂപയിൽ അതിന്റെ പ്രൈസ്, ആദ്യത്തെ പ്രൈസ് എത്രയാ? 6084 ആണ്. ആദ്യം എത്ര പ്രൈസ് ഉണ്ട് ഇവിടെ? 36 യൂണിറ്റ് പ്രൈസ് ഉണ്ട്. ആ 36 യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കും എന്ത്? 6084. ഓക്കെ, 36 യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കും 6084. നമുക്ക് വേണ്ടത് എന്താ? ലോസ് ആണ്. ലോസ് എത്ര യൂണിറ്റ്? 22 യൂണിറ്റ്. 22 യൂണിറ്റ്. ഇത് കണ്ടാൽ നമുക്ക് ആൻസർ ആയി. 6084 ആണ്, 36 യൂണിറ്റ് 6084. അപ്പൊ 1 യൂണിറ്റ് 6084 ഡിവൈഡ് ബൈ 36, 22 യൂണിറ്റ് ഇൻറ്റു 22. ഓക്കെ, അപ്പൊ എന്ത് വരും? 8 4 12, 12 മാറും 18, 9 മൾട്ടിപ്പിൾ ആണ് അല്ലെ. ഇവിടെ 4 9 36, ഇവിടെയോ 5 6 9 54, 7 6 9 54, പിന്നെ 68 7 9 63, 54 6 9 54. ഓക്കെ, പിന്നെ എന്ത് മനസ്സിലാക്കാം? 4 1 4 4, 27 6 24, പിന്നെ 36 9 46, 169 ഇൻറ്റു 22 എന്താ വരിക? 169 ഇൻറ്റു 22. 169 ഇൻറ്റു 22. 9 2 18 ഇഷ്ടം 1, 6 2 12, 12 18, 12 10, 22 8 30, 31 31 1 ഇഷ്ടം 3, 2 12 14, 14 3 17 ഇഷ്ടം 1, 3 7 1 8. ഇത് ഇഷ്ടമാണ്. 3 7 1 8 ഓപ്ഷൻ ഉണ്ടാക്കുക. സെക്കൻഡ് ഓപ്ഷൻ ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 3 7 1 8. ഇതാണെന്ത്? ആ ലോസ്. ഓക്കെ, ആ ലോസ് ഇതാണ്. ഓക്കെ, കുറച്ച് ഒരു പുതിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ, ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരിക്കലും കൂടി പറയാം. അഥവാ മക്കളെ ഇവിടെ പ്രൈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെയിറ്റ് ആണ്. പ്രൈസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെയിറ്റ് ആണ്.
അല്ലെ. ദ കോസ്റ്റ് ഓഫ് പീസ് ഓഫ് ഡയമണ്ട് വേരീസ് വിത്ത് സ്ക്വയർ ഓഫ് ഇറ്റ്സ് വെയിറ്റ്. അപ്പൊ പ്രൈസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെയിറ്റ്. ഇപ്പൊ എന്താ ഇപ്പോഴത്തെ പിന്നെ ഡയമണ്ടിന്റെ എന്താ സോറി ഡയമണ്ടിന്റെ പ്രൈസ് 6084 ആയിരുന്നു. പിന്നെ അത് എന്തായി 3 പീസായി കട്ടാക്കി. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തപ്പോ 3:2:1 എന്നിങ്ങനെയാണ് അതിന്റെ വെയിറ്റിന്റെ റേഷ്യോ. അപ്പൊ ആദ്യം ടോട്ടൽ 6 യൂണിറ്റ് വെയിറ്റ് ഉള്ളത് അല്ലെ. അപ്പൊ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ 36 യൂണിറ്റ്. ഇപ്പൊ കട്ടാക്കിയപ്പോ ഓരോന്നും 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1 ആ രീതിയിൽ വരുമ്പോ 9 4 13 1 14. ഇപ്പൊ 14 യൂണിറ്റിലോട്ട് മാറി അല്ലെ. ആ 36 യൂണിറ്റ് ഉള്ളത് 14 യൂണിറ്റ് കുറച്ചിട്ട് 36 യൂണിറ്റ് മൈനസ് 14 യൂണിറ്റ് എന്ത് വരും? 22 യൂണിറ്റ് ഇപ്പൊ നഷ്ടമാണ്. ഇവിടെ 22 യൂണിറ്റ് നഷ്ടമാണ്. അത് കട്ട് ചെയ്തത് കൊണ്ടുള്ള നഷ്ടമാണ്. എത്ര യൂണിറ്റ്? 22 യൂണിറ്റ്. അപ്പൊ ആദ്യത്തെ 36 യൂണിറ്റിന്റെ പ്രൈസ് ആണ് എന്ത്? 6084 ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അപ്പൊ 22 യൂണിറ്റ് എന്താ വരിക? കാൽക്കുലേഷൻ ഓൾറെഡി ചെയ്തതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള 3712. ഇത്ര രൂപ ഇപ്പോ നഷ്ടമാണ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും എന്ത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ 36 × 169 ആണ് വരിക. ഇവിടെ 22 × 169. കാൽക്കുലേഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 11ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോ അടുത്ത ഒരു ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം. Two numbers are in the ratio of 5:7. If 6 be added to each, the ratio become 3:4. Find the number. Okay. രണ്ട് നമ്പറിന്റെ റേഷ്യോ എന്താണ്? 5:7 ആണ്. 5:7 ആണ്. 6 ആഡ് ചെയ്തതിനു ശേഷം അതിന്റെ റേഷ്യോ എന്തായി? 3:4 ആയി. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതാണ്? ഞാൻ ഇങ്ങനെ എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ഏജിന്റെ പ്രോബ്ലംസിലും റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഏരിയയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതേപോലെ മിക്സർ ആൻഡ് അലിഗേഷനിൽ മിക്സറിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഓൾറെഡി പറഞ്ഞ മെത്തേഡാണ്. അഥവാ ഇവിടെ ആദ്യം ആ രണ്ട് നമ്പറിന്റെ റേഷ്യോ എന്താണ്? 5:7 ആണ് അല്ലെ. പിന്നെ 6 ആഡ് ചെയ്തതിനു ശേഷം അതെന്തായി? 3:4 ആയി. അപ്പൊ ഇവിടെ രണ്ട് റേഷ്യോസ് ആണുള്ളത്. ആദ്യത്തെ 5:7 പിന്നെ 6 ആഡ് ചെയ്തതിനു ശേഷമുള്ള റേഷ്യോ എന്താണ്? 3:4 ആണ്. രണ്ട് സൈഡിലും അല്ലെ, രണ്ട് സൈഡിലും 6 ആണ് ആഡ് ചെയ്തത് അല്ലെ. ഒരു ഭാഗത്ത് 6 ഒരു ഭാഗത്ത് 3 അങ്ങനെയല്ല, രണ്ട് സൈഡിലും 6 ആണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് രണ്ടും 6 ഇടാം. ഓക്കെ, എന്നിട്ട് ക്രോസ് ചെയ്യാം. 5 × 4 20, 3 × 7 21. ഡിഫറൻസ് എന്താ? 20ഉം 21 തമ്മിൽ ഡിഫറൻസ് 1 യൂണിറ്റ്. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 3 × 6ഉം 4 × 6ഉം തമ്മിലുള്ള ഡിഫറൻസ്. 3 × 6ഉം 4 × 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1 × 6. ഒരു യൂണിറ്റ് എന്ത് വരും? 6 വരും. 3 × 6ഉം 4 × 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1 × 6. ഒരു യൂണിറ്റ് 6 വരും. അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് കാണാൻ ഫസ്റ്റ് നമ്പർ 5 യൂണിറ്റ് ആണ്, സെക്കൻഡ് നമ്പർ 7 യൂണിറ്റ് ആണ്. അപ്പൊ 5 യൂണിറ്റ് എന്താ വരിക? 5 യൂണിറ്റ്. ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് 6 ആണെങ്കിൽ 5 യൂണിറ്റ് 5 × 6 30. 7 യൂണിറ്റ് 7 × 6 42. അപ്പൊ 30 42 ആയിരിക്കും എന്ത്? നമ്മുടെ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ല? അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ. ബേസിക് ക്ലാസ് പറയുന്ന കാര്യമാണ്. സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാറുള്ള ഏത് മെത്തേഡിലാണ്? ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡിലാണ്. ഇപ്പൊ ഇത് ബേസിക് ആയിട്ട് ചെയ്യാം. ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് നമ്പറിന്റെ റേഷ്യോ എന്താണ്? 5:7 ആണ്. അപ്പൊ അതെന്തായി? ആ രണ്ട് നമ്പേഴ്സ് 5x 7x ചെയ്തെടുക്കുക. എക്സ് ചെയ്താൽ എന്നിട്ട് അതിലോട്ട് 6 ആഡ് ചെയ്തു. അപ്പൊ 5x കൂടി 6 ആഡ് ചെയ്തു. അതേപോലെ തന്നെ 7x കൂടി എന്ത് ആഡ് ചെയ്തു? 7x കൂടി 6 ആഡ് ചെയ്തു. അപ്പൊ റേഷ്യോ എന്തായി? 3:4 3/4 ചെയ്ത്. ഓക്കെ, അപ്പൊ എന്ത് വരും? 5 × 4 20. 20x പ്ലസ് 6 4 24. 24 ഈസ് ഈക്വൽ ടു 3 × 7 എന്താണ്? 21. 21x പ്ലസ് 6 3 18. ക്ലിയർ അല്ലേ? ഇവിടെ 20x കൊണ്ട് പോയാൽ 21x മൈനസ് 20x വരും. എക്സ് ഈസ് ഈക്വൽ ടു 24 മൈനസ് 18 എന്ത് വരും? 6. അപ്പൊ എക്സിന്റെ വാല്യൂ 6 വരും. അപ്പൊ ഓരോ വാല്യൂ എക്സിന്റെ വാല്യൂ 6 ആണെങ്കിൽ 5 × 6 30. 5x 30 ആണ്. 7x എന്താണ്? 7 × 6 42 ആണ്. അപ്പൊ ഈ ഒരു ഇത്രത്തോളം സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ സ്റ്റെപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, അഥവാ ആദ്യത്തെ റേഷ്യോ എന്താണ്? 5:7 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു റേഷ്യോയുമായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ പറയാൻ എന്താ കാര്യം?
അടുത്ത റേഷ്യോ എന്താണ് 3:4. എന്ത് ആഡ് ചെയ്തപ്പോ ആ റേഷ്യോയിൽ എത്തിയത് 6 ആഡ് ചെയ്തപ്പോ രണ്ട് സൈഡിൽ 6ആണ്. 5 4 20 7 3 21. എത്ര ഡിഫറൻസ്? 1 യൂണിറ്റ്. ഇത് ക്രോസ് ചെയ്തിട്ട് ഡിഫറൻസ് കാണും 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ടു 3 × 6 4 × 6 തമ്മിൽ ഡിഫറൻസ് എന്താണ്? 1 × 6. അപ്പൊ ഒരു യൂണിറ്റ് എന്താണ്? 6 ആണ്. ഓക്കെ, ഒരു യൂണിറ്റ് 6 ആണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് ഒന്ന് 5 യൂണിറ്റ് ഒന്ന് 7 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ 5 യൂണിറ്റ് എന്താ വരിക? 5 യൂണിറ്റ് 30, 7 യൂണിറ്റ് എന്താ വരിക? 42. 7 യൂണിറ്റ് 42. 5 യൂണിറ്റ് 30 വരും, 7 യൂണിറ്റ് അല്ലെ 5 ഒരു യൂണിറ്റ് 6 ആണെങ്കിൽ എന്താ 5 യൂണിറ്റ് 5 × 6 30, 7 യൂണിറ്റ് 7 × 6 42. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫസ്റ്റ് റേഷ്യോ ഉണ്ടല്ലോ, ഈ റേഷ്യോയുമായിട്ട് ഇത് ബന്ധിപ്പിക്കാൻ കഴിയുള്ളൂ. ഫസ്റ്റ് റേഷ്യോ 5:7 അല്ലേ, ആ ഒരു റേഷ്യോയുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഇവിടുത്തെ 3 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 3 × 6 ആ രീതിയിൽ പറയാൻ പറ്റൂല. ഓക്കെ, ഇനി ഈ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. Two numbers are in the ratio 5:7. Is 6b added to each, the ratio become 3:4. Find the ഇപ്പോഴത്തെ numbers. Find the numbers presently. Presently ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രസന്റിലോട്ട് വരുമ്പോൾ ശരിക്കും നമ്പേഴ്സ് ഏതൊക്കെയാ? ഇത് ആദ്യമുള്ള നമ്പറാ 30 42. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടിനും 6 ആഡ് ചെയ്യും. 36 പിന്നെ 42 + 6 48. ഇതാണ് ഇപ്പോഴത്തെ ആ രണ്ട് നമ്പേഴ്സ്. ഡയറക്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ രണ്ട് നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റേഷ്യോ അല്ലെ, ഇതല്ലേ പ്രസന്റ് റേഷ്യോ, ആ റേഷ്യോ ഫസ്റ്റ് എഴുതണം. ഫസ്റ്റ് എഴുതുന്ന ആളുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ റേഷ്യോ ഫസ്റ്റ് എഴുതും 3:4. ഇത് ക്രോസ് മെത്തേഡിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ പഴയ റേഷ്യോ എന്താണ്? 5:7. അപ്പോ എന്താണ് 3:4 നിന്ന് 5:ലോട്ട് പോകുമ്പോ എന്താ? -6 വരിക, കാരണം പുറകോട്ട് പോവാണ് അല്ലെ. പക്ഷെ രണ്ട് സൈഡിലും മൈനസ് ആയത് കൊണ്ട് സൈൻ നോക്കേണ്ട ആവശ്യമില്ല. -6 ശരിക്കും വരിക പുറകോട്ട് പോവാണ്. പക്ഷെ രണ്ട് സൈഡിലും മൈനസ് ആയത് കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, സൈൻ നോക്കേണ്ട ആവശ്യം. ജസ്റ്റ് 6 എന്നിടാം. അപ്പൊ 3 × 7 21, 4 × 5 20. ഡിഫറൻസ് എത്രയാ? 1 യൂണിറ്റ്. 1 യൂണിറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 5 × 6 7 × 6 തമ്മിൽ ഡിഫറൻസ് എത്രയാ? 2 × 6 12 വരും അല്ലെ. 5 × 6 7 × 6 തമ്മിൽ ഡിഫറൻസ് എന്താണ്? 2 × 6 12 വരും അല്ലെ. 30 42 തമ്മിൽ ഡിഫറൻസ് 12 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് 12 ആണെങ്കിൽ 3 യൂണിറ്റ് 3 × 12 36 അല്ലെ. 4 യൂണിറ്റ് 4 × 12 48. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ കാര്യം കിട്ടി. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് അപ്പോ എന്താ പറയാ, ഇപ്പോഴത്തെ പ്രസന്റ് നമ്പേഴ്സ് കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ റേഷ്യോ ഫസ്റ്റ് എഴുതേണ്ടത്. അഥവാ നിങ്ങൾ ഏത് റേഷ്യോ ആണോ ഫസ്റ്റ് എഴുതുന്നത് അതിന് കറസ്പോണ്ടിങ് ആണ് എന്താ പറയാ വാല്യൂസ് കിട്ടുക എന്നുള്ളത്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടുത്തെ ആൻസർ എന്താണ്? 30 42 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ആ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് മനസ്സിലായല്ലോ? ഓക്കെ ആയല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റിനോട് പോവാം. 12ാമത്തെ ചോദ്യം. Rohan scored twice as many marks in English as he did in science. His total mark in English, science and mathematics are 126. If the ratio of his mark in English and mathematics is 2:3, his mark in English are. Rohan scored twice as many marks as English. Rohan as he did in science. സയൻസിന് റോഹൻ എത്ര മാർക്ക് കിട്ടിയോ അതിനേക്കാൾ ഡബിൾ ആണ് എന്തിന് കിട്ടിയത്? ഇംഗ്ലീഷിന് കിട്ടിയത്. അപ്പൊ ഇംഗ്ലീഷും സയൻസും തമ്മിലുള്ള റേഷ്യോ. സയൻസിന് റോഹന് എത്ര മാർക്ക് കിട്ടിയോ അതല്ലാതെ പറഞ്ഞത് റോഹൻ സ്കോർഡ് twice as many mark in English as he did in science. സയൻസിന് റോഹൻ എത്ര മാർക്ക് കിട്ടിയോ അതിനേക്കാൾ ഡബിൾ ആണ് ഇംഗ്ലീഷിന് കിട്ടിയത്. അപ്പൊ 2:1 എന്ത് ഇംഗ്ലീഷും സയൻസും തമ്മിലുള്ള റേഷ്യോ. പിന്നെ the ratio of his mark in English and mathematics. ഇംഗ്ലീഷും മാത്തമാറ്റിക്സും തമ്മിലുള്ള റേഷ്യോ, മാർക്കിന്റെ റേഷ്യോ എന്താണ്? 2:3 ആണ്. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. അത് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. ഇത് ഇൻഡയറക്റ്റ് ആണ്. പക്ഷെ കാണാൻ പറ്റും നമുക്ക്. റോഹൻ സ്കോർഡ് twice as many mark in English as he did in science. സയൻസിന് കിട്ടിയതിനേക്കാൾ ഡബിൾ മാർക്ക് twice മാർക്കാണ് ഇംഗ്ലീഷിന് കിട്ടിയത്. ഇംഗ്ലീഷും മാത്സ് തമ്മിലുള്ള റേഷ്യോ എന്താ? 2:3. അപ്പൊ ഇംഗ്ലീഷും സയൻസും 2:1, ഇംഗ്ലീഷും മാത്സ് 2:3. അപ്പോ ഇംഗ്ലീഷ് ഈസ് ടു സയൻസ് ഈസ് ടു മാത്സ് എന്തായിരിക്കും? ഇംഗ്ലീഷ് ഈസ് സയൻസ് ഈസ് ടു മാത്സ് എന്തായിരിക്കും? 2:1:3. ഇതായിരിക്കും എന്ത്? ഇംഗ്ലീഷ് ഈസ് ടു സയൻസ് ഈസ് ടു മാത്സ്. ഓക്കെ, 2:1:3 ആയിരിക്കും ഇംഗ്ലീഷ് ഈസ് ടു സയൻസ് ഈസ് ടു മാത്സിന്റെ റേഷ്യോ. ക്ലിയർ അല്ലേ? ഓക്കെ. അഥവാ ഇവിടെ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട്?
ടോട്ടൽ 2 1 3 3 3 6 യൂണിറ്റ് മാർക്ക് ഉണ്ട്. ആ 6 യൂണിറ്റിന് വാല്യൂ അല്ലേ 126. ടോട്ടൽ ഇംഗ്ലീഷിനും സയൻസിനും മാത്സിനും കൂടെ ടോട്ടൽ മാർക്ക് എന്താ 126 ആണ്. അപ്പൊ 6 യൂണിറ്റിന് വേണ്ടിയാണ് എന്ത് 126. നമുക്ക് എന്താ വേണ്ടത്? ഇംഗ്ലീഷിന്റെ മാർക്ക്. ഹിസ് മാർക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എത്ര യൂണിറ്റാ? 2 യൂണിറ്റ് ആണ്. ഓക്കെ, 2 യൂണിറ്റ്. 6 യൂണിറ്റ് 126 ആണെങ്കിൽ 2 യൂണിറ്റ് എന്താണ്? 6 ഇൻറ്റു ഇവിടെ 2 6 12, പിന്നെ 6 ഇൻറ്റു 21 ആണെന്ന് 126. 6 ഇൻറ്റു 21 126. അപ്പൊ 2 ഇൻറ്റു 21 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്തായിരിക്കും? 42 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി പറയാം. റോഹൻ സ്കോർഡ് ട്വൈസ് ആസ് മെനി മാർക്ക് ഇൻ ഇംഗ്ലീഷ് ആസ് ഹിസ് ഡിഡ് ഇൻ സയൻസ്. സയൻസിന് കിട്ടിയതിനേക്കാൾ ഡബിൾ മാർക്കാണ് റോഹൻ ഇംഗ്ലീഷ് കിട്ടിയത്. ഓക്കെ, പിന്നെ എന്താ അടുത്ത റേഷ്യോ എന്താ? ഇംഗ്ലീഷും മാത്സും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3 ആണ്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ഈസ് സയൻസ് ഈസ് മാത്സ് റേഷ്യോ എന്ത് വരും? 2:1:3 വരും. ക്ലിയർ അല്ലേ? അപ്പൊ ടോട്ടൽ 6 യൂണിറ്റ് ആണ് ഇംഗ്ലീഷും സയൻസും മാത്സും ആഡ് ചെയ്താണുള്ളത്. അതിന്റെ വേലാണ് 126. അപ്പോ എന്താണ്? ഇംഗ്ലീഷിന് മാത്രം എത്ര യൂണിറ്റ്? 2 യൂണിറ്റ് എന്ത് വരും? 42 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ഒരു ക്വസ്റ്റ്യനോട് പോവാം. 13ാമത്തെ ചോദ്യം. ഇത് നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് എന്താണ്? ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അഥവാ പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇല്ല, അതുകൊണ്ട് ഞാൻ വേറെ ചാപ്റ്റർ ആക്കി ചെയ്യുന്നില്ല. ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റേഷ്യോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ശ്രദ്ധിക്കുക. എ ആൻഡ് ബി ഇൻവെസ്റ്റ് ദയർ മണി in the ratio, money in a business in the ratio 9:5. If 10% of total profit goes for charity and a share is 29,840. Okay, what is the total profit? Simple ആണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ എയും ബിയുടെയും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തു. ഏത് റേഷ്യോയില്? 9:5 റേഷ്യോയില്. ഇവിടെ പ്രത്യേക ടൈം ഒന്നും പറയുന്നില്ല, ഇത്ര സമയത്തേക്ക് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അതേ റേഷ്യോ തന്നെയായിരിക്കും പ്രോഫിറ്റ് കിട്ടുക. സാധാരണ ശരിക്കും പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈമാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ടൈമിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ടൈം രണ്ടുപേർക്ക് കോൺസ്റ്റന്റ് ആണ്, കാരണം ഒരു പ്രത്യേക ടൈമിനെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ടൈം കോൺസ്റ്റന്റ് ആണ്. പ്രോഫിറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഏത് റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് ആ റേഷ്യോയിൽ തന്നെയാണ് എന്ത് കിട്ടുക? പ്രോഫിറ്റ് കിട്ടുക അല്ലെ? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ എന്താ? എയും ബിയും ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ 9:5 ആണ്. 9:5. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് കിട്ടിയ ഏത് റേഷ്യോ തന്നെയാണ്? 9:5 എന്നുള്ള റേഷ്യോ. കൺഫ്യൂഷൻ വേണ്ട, പ്രോഫിറ്റ് ഏത് റേഷ്യോയിലാണ്? 9:5 എന്നുള്ള റേഷ്യോയിലാണ്. കാരണം ഇവിടെ ടൈം പ്രത്യേകം എന്തില്ല, മെൻഷൻ ഇല്ല. ടൈം പ്രത്യേകം ഇന്ന സമയത്തേക്ക്, എ ഇന്ന സമയത്തേക്ക്, ബി ഇന്ന സമയത്തേക്ക് എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും എന്ത്? പ്രോഫിറ്റ് കിടക്കുക. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഇനി എന്ത് ചെയ്യുന്നത്? എന്താ? എ ഷെയർ ഈസ് 29,840. എയുടെ ഷെയർ എന്താണ്? 29,840 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? അപ്പൊ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എക്സ് ആക്കി എടുക്കാം. ടോട്ടൽ പ്രോഫിറ്റ് എക്സ് ആക്കി എടുക്കാം. ഓക്കെ, ആ ടോട്ടൽ പ്രോഫിറ്റിന്റെ 10% ചാരിറ്റിക്ക് പോകുന്നുണ്ട് അല്ലെ? ടോട്ടൽ പ്രോഫിറ്റിന്റെ 10% ചാരിറ്റിക്ക് പോകുന്നുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് 90% എക്ക് ബിക്ക് കിട്ടുള്ളൂ. അപ്പൊ എക്സ് ഇൻറ്റു 90/100 അല്ലെ? ടോട്ടൽ പ്രോഫിറ്റ് എക്സ് ആണ്. അതിൽ 10% എന്തിനു വേണ്ടി പോകുന്നുണ്ട്? ചാരിറ്റിക്ക് വേണ്ടി പോകുന്നത്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റിന്റെ 90% എന്തിനു കിട്ടുള്ളൂ? അത് എക്കും ബിക്കും ആയിട്ട് കിട്ടുള്ളൂ. അതിൽ എക്ക് കിട്ടുന്ന രൂപയാണ് എത്ര? 29,840. എക്ക് എത്ര ഭാഗം കിട്ടുന്നത്? ടോട്ടൽ 9:5 പ്രോഫിറ്റ് റേഷ്യോ. അതാ ടോട്ടൽ 14 റേഷ്യോയില് 9 യൂണിറ്റ് റേഷ്യോ ആണ് കിട്ടുന്നത്, എ കിട്ടുന്നത്. ടോട്ടൽ 14 റേഷ്യോയില് 9 റേഷ്യോ ആണ് എ കിട്ടുന്നത്. അതിന്റെ വാല്യൂ ആണത് 29,840. ഇനി എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കാണാം. എന്ത് വരും? 29,840 ഇൻറ്റു 100 ഇൻറ്റു 14 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 50. എന്താ ഫൈനൽ ആൻസർ വരിക? ഇതൊന്ന് കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്താൽ അപ്രോക്സിമേറ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ എത്തൂല. അപ്രോക്സിമേറ്റ്ലി എന്ത് വരും?
5 1 ഇതാണ് ആൻസർ. 5 1 നിങ്ങൾ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യട്ടോ. 5 1 5 7 5 ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. 51,575 ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് എന്താണ്? 51,575 ആണ്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും കൂടി പറയാം മക്കളെ, ഇവിടെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത അതേ റേഷ്യോയിൽ തന്നെയാണ് പ്രോഫിറ്റ് വരിക. കാരണം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റിന് ടൈം ആണ്. ഇവിടെ സമയം, ടൈം പ്രത്യേകം ഇന്ന സമയത്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ 9:5 അല്ലേ, ആ സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും പ്രോഫിറ്റ് വരിക. 9:5 ആണ്. ഇനി നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എക്സ് ആക്കി എടുത്താൽ അതിൽ 10% ചാരിറ്റിക്ക് പോകുന്നുണ്ട്. അപ്പൊ ബാക്കി 90% ഉള്ളൂ. എക്സിന്റെ 90/100. അതേ ഇൻറ്റു അതില് 9/14 ആണെന്ത്? 9/14 ആണ് എയുടെ ഷെയർ. കാരണം എന്താ? A/Bയുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ 50:5 ആണ്. അഥവാ ടോട്ടൽ 14 യൂണിറ്റില് 9 യൂണിറ്റ് ആണ് എന്ത് ഏക്കുള്ളത്. അപ്പോ എക്സ് ഇൻറ്റു അതിന് 90% പ്രോഫിറ്റ് എക്സ്, അതിന്റെ 90% ആണെങ്കിൽ 90/100. കാരണം എന്താ? 10% ഇതിലോട്ട് പോയി, ചാരിറ്റിലോട്ട് പോയി. ഓക്കെ, പിന്നെ അതിന്റെ 9/14 ആണെന്ത്? 29,840 കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ കാണാൻ, ടോട്ടൽ പ്രോഫിറ്റ് കാണാൻ എന്ത് കാണാം? എക്സിന്റെ വാല്യൂ കാണാൻ എന്ത് കിട്ടും? 51,575. ഇത് സോൾവ് ചെയ്താൽ കിട്ടും കേട്ടോ. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, ചെയ്ത് നോക്കുക. ഇതായിരിക്കും ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആണ് 13ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3 positive numbers are in the ratio 4:5:7 and the sum of their squares is 15,210. Find the sum of 3 numbers. 3 പോസിറ്റീവ് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5:7 ആണ്. പിന്നെ അതിന്റെ സ്ക്വയറിന്റെ സം 15,210 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 3 നമ്പറിന്റെ സം കാണാം. ഒന്നുമില്ല, 3 നമ്പറിന്റെ റേഷ്യോ എന്താണ്? 4:5:7 ആണ്. അപ്പോ നമുക്ക് എന്ത് കൊടുക്കാം? 3 നമ്പറിന് 4x 5x 7x എന്ന രീതിയിൽ കൊടുക്കാം. അപ്പൊ സ്ക്വയറിന്റെ സംബന്ധം വരിക 4xന്റെ സ്ക്വയർ 16x² പ്ലസ് 5xന്റെ സ്ക്വയർ 25x² പ്ലസ് 7xന്റെ സ്ക്വയർ 49x². അതിന്റെ വാല്യൂ ആണത് 15,210. അതിന്റെ വാല്യൂ ആണ് 15,210. അപ്പൊ എന്ത് വരും? ഇത് കൂട്ടിയാൽ 25 16 31 49 എന്ത് വരും? 90 വരും. 90x². അതിന്റെ വാല്യൂ ആണ് എന്ത്? 15,210. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? ക്യാൻസൽ ആക്കിയാൽ ഇവിടെ 9 വെച്ച് ക്യാൻസൽ ആക്കിയാൽ 9 9. പിന്നെ 15ലോട്ട് എന്ത് വരും? 9 6 15 62 എത്ര? 9 6 54 7 9 63 വരിക. ഓക്കെ, ബാക്കി 54 6 62 81 എത്ര? 9. അപ്പോ x² വാല്യൂ ഇത് ക്യാൻസൽ ആക്കി എന്താ വരും? 169 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ വരിക? √169 എന്ത് വരും? 13 വരും. അപ്പൊ x 13 ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ സം ഓഫ് 3 നമ്പേഴ്സ്. ആ 3 നമ്പേഴ്സിന്റെ സം ആണ് വേണ്ടത്. ഓക്കെ, 3 നമ്പേഴ്സ് സം എന്താ വരിക? 4x + 5x + 7x എന്താ വരിക? 7 5 12 4 16 16x ആണ് വരിക. സം ഓഫ് 3 നമ്പേഴ്സ് 4x + 5x + 7x എന്ത് വരും? 16x. എക്സിന്റെ വാല്യൂ എന്താ? 13 ആണ്. അപ്പൊ 16 × 13 16 × 10 എന്ത് വരും? 160. 16 × 3 48. 160 48 എന്ത് വരും? 208 ആയിരിക്കും എന്ത് നമ്മുടെ ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ചോദ്യമാണ്. 3 നമ്പേഴ്സിന്റെ റേഷ്യോ 5 4:5:7 ആണ്. അപ്പൊ നമ്മൾ ആ നമ്പേഴ്സിനെ എങ്ങനെ എടുക്കുക? 4x 5x 7 ആക്കി എടുക്കുക. ഇനി അതിന്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ്, അതിന്റെ സ്ക്വയറിന്റെ സം ആണ് 4x ഹോൾ സ്ക്വയർ പ്ലസ് 5x ഹോൾ സ്ക്വയർ പ്ലസ് 7x ഹോൾ സ്ക്വയർ. അതിന്റെ വാല്യൂ ആണ് എന്ത്? 15,210. അപ്പൊ x² വാല്യൂ എന്ത് വരും? 169 വരും. എക്സ് എന്ത് വരും? 13 വരും. അപ്പോ എന്താണ് സം ഓഫ് 3 നമ്പേഴ്സ് 16x 16 × 13 എന്ത് വരും? 208 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ,
ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏകദേശം 1 മണിക്കൂറായി. ഓരോ സെക്ഷൻസും 1 മണിക്കൂർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ നിൽക്കും. ഓക്കെ, കാരണം നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ പിടിക്കാനൊന്നും കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ പിന്നെ എന്താ പറയാ, ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാണാനൊരു കൺവീനിയൻസിന് വേണ്ടി, അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ അങ്ങ് എടുത്ത് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലെ. 1.5 മണിക്കൂർ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ സാധാരണ എടുക്കാറുള്ളത്. അത് ബുദ്ധിമുട്ടെല്ലാം നിങ്ങൾക്ക് അറിയിക്കാട്ടോ, അതിനനുസരിച്ച് ചെയ്യാം. നോക്കാം. ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, salaries of Rida and Riya are in the ratio 3:5 respectively. If the salary of each one increased by 50,000, then new ratio become 5:7. What is the Riya's present salary? ഈ ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏരിയ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കംപ്ലീറ്റ് ഞാൻ ഡീൽ ചെയ്യാറുള്ളത് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോയുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം. അതേപോലെ ഈ ഇൻകം എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതും എന്ത് ചൂസ് ചെയ്യാം, ഡീൽ ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഡീൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വേറെ പല ചാപ്റ്റേഴ്സും വരുന്നുണ്ട്, പ്രത്യേകിച്ച് മിക്സർ ആൻഡ് അലിഗേഷനിൽ മിക്സറിന്റെ ക്വസ്റ്റ്യൻസിലും എന്ത് വരുന്നുണ്ട്, ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ മക്കളെ, നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് കാണിച്ചിടാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, 2 നമ്പറിന്റെ റേഷ്യോ 5:7, എന്നിട്ട് 6 ആഡ് ചെയ്തപ്പോ റേഷ്യോ എന്തായി, 3:4 ആയി. ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും. നോക്കുക, റിദ റിയ എന്നിവരുടെ സാലറിയുടെ റേഷ്യോ 3:5. ഓക്കെ, സാലറി 5000 ഇൻക്രീസ് ആയപ്പോ നേരത്തെ 6 ആഡ് ചെയ്തതിന് പകരം 6 ആഡ് ചെയ്യുന്നതിന് പകരം സാലറി 5000 രൂപ ഇൻക്രീസ് ആയപ്പോ, അതാണ് ഇവിടുത്തെ വ്യത്യാസം. ആ റേഷ്യോ എന്തായി, 5:7. ആ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, നോക്കുക, 5:7 ആണ് ഇപ്പോഴത്തെ റേഷ്യോ. 6 ആഡ് ചെയ്തപ്പോ 3:4 ആയി. ആ സെയിം സംഭവം തന്നെ ഇവിടെ വരിക. ഇപ്പോഴത്തെ സാലറി 3:5 ആണ്. 5000 സാലറി ഇൻക്രീസ് ആയപ്പോ 5000 ആഡ് ചെയ്തപ്പോ റേഷ്യോ എന്തായി, 5:7 ആയി. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് സാലറി, പ്രസന്റ് സാലറിയാണ് കാണേണ്ടത്. പ്രസന്റ് വേയിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേഷ്യോ അല്ലേ 3:5. ഇതെന്താ, ഇതൊരു കണ്ടീഷനാ. അങ്ങനെ 5000 ആഡ് ചെയ്താൽ റേഷ്യോ 5:7 ആവും. അങ്ങനെ ഒരു കണ്ടീഷനാ. ഇവിടെ പ്രസന്റ് കണ്ടീഷൻ എന്താ, ഇപ്പോഴത്തെ റേഷ്യോ 3:5 തന്നെയാണ്. ഓക്കെ, 3:5 ആണ് എന്ത് ഇപ്പോഴത്തെ റേഷ്യോ. ആരൊക്കെ, റിദയുണ്ട്, റിയ, ഇവരുടെ സാലറിയുടെ റേഷ്യോ. പിന്നെ 5000 ആഡ് ചെയ്തപ്പോ എന്താ റേഷ്യോ എന്തായി, 5:7 ആയി. 5:7 ആയി. അപ്പൊ എന്താ ആഡ് ചെയ്തത്, 5000 ആണ്. രണ്ട് സൈഡിലും 5000 കൊടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡാണ്. അല്ല, റിദക്കും റിയക്കും 5000 ആണ് ചെയ്തത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് അല്ല. റിദക്ക് 5000, റിദക്ക് 4000, അങ്ങനെയാണ്, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇവിടെ 2 പേർക്ക് 5000 ആയതുകൊണ്ട് 2 കൊടുക്കുക. അപ്പൊ 3:7 21, 5:5 25. ഡിഫറൻസ് എത്ര യൂണിറ്റാ, 4 യൂണിറ്റ്. ആ 4 യൂണിറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 5:5000 7:5000 തമ്മിൽ ഡിഫറൻസ് എത്രയാ, 2:5000 ആയിരിക്കും. 5ഉം 7ഉം തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ മതി. 5:5000 7:5000 തമ്മിൽ ഡിഫറൻസ് 2:5000 ആണ്. എന്ത് വരും, 10000 വരും. 2:5000 എന്താ, 10000 ആണ്. നമുക്ക് വേണ്ട എന്താ, റിയയുടെ പ്രസന്റ് സാലറി. പ്രസന്റ് സാലറി എത്ര യൂണിറ്റാ, 5 യൂണിറ്റ് ആണ് അല്ലെ. പ്രസന്റ് സാലറി 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, 4 × 25 100. 4 × 25 100, പിന്നെ 2 0. 2500 ആണ് 10000 വരിക. 4 × 25000 ആണ് 10000 വരിക. അപ്പൊ 5 × 25000 ചെയ്താൽ മതി. ഓക്കെ, സോറി, 0 കൂടി പോയോ, സോറി, 4 × 2500 ആണ് 10000. 25000 അല്ല, 4 × 2500 ആണ് 10000. അപ്പോ 5 × 1 യൂണിറ്റ് എത്രയാ, 2500 ആണ്. 5 × 2500 തരും. 5 × 25 125. 125ഉം 2 0, അഥവാ 12500. ഇതായിരിക്കും എന്ത്, ആ 5000 ഇൻക്രീസ് ചെയ്തതിനു ശേഷമുള്ള റിയയുടെ സാലറി. 5000 ഇൻക്രീസ് ചെയ്തതിനു ശേഷമുള്ള റിയയുടെ സാലറി. അപ്പോ ഇപ്പൊ 12500 ആണല്ലോ റിയയുടെ സാലറി, 5000 ഇൻക്രീസ് ചെയ്തതിനു ശേഷം. ഇനിയിപ്പോ ഇങ്ങനെ ചോദിക്കാണ്, റിയയുടെ സോറി അങ്ങനെയല്ല, 5000 ഇൻക്രീസ് ചെയ്തതിനു ശേഷമുള്ള സാലറി അല്ല 12500. ഈ 12500 എന്താ, പ്രസന്റ് സാലറി, അഥവാ ഇപ്പോഴുള്ള സാലറി. ഈ 3:5 റേഷ്യോയിലുള്ള ഇപ്പോഴുള്ള സാലറിയാണ് എന്ത്, 12500. ഇത് ഈ കണ്ടീഷനാ. ഈ കണ്ടീഷൻ എന്താ, ഇത് ജസ്റ്റ് ഒരു കണ്ടീഷൻ തന്നു. അങ്ങനെ ആയിരുന്ന യാതൊരു ഇതും ഇല്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇഫ്
രണ്ടുപേരുടെയും സാലറി 5000 വെച്ച് ഇൻക്രീസ് ആയാൽ റേഷ്യോ 5:7 ആവും എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ് എന്ത് മാത്രമാണ്, ഒരു കണ്ടീഷൻ മാത്രമാണ്. ക്ലിയർ അല്ലേ? പ്രസന്റ് സാലറി എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ തന്നെയാണ് 3:5. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് ഈ കണ്ടീഷൻ ശരിയായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5000 ഇൻക്രീസ് ചെയ്തതിന് ശേഷമുള്ള സാലറി എങ്ങനെ കാണാം? ഒന്നല്ലെങ്കിൽ റേയുടെ സാലറി കാണണമെങ്കിൽ ഒന്നല്ലെങ്കിൽ 12,500ക്ക് ഇത് ചെയ്താൽ മതി, 5000 കൂട്ടിയാൽ മതി, അങ്ങനെ കാണാം. അപ്പൊ എന്തുവരും? 17,500 വരും അല്ലെ? അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ 5:7 അല്ലെ? ആ റേഷ്യോ ഫസ്റ്റ് ചെയ്ത 5:7, പിന്നെ റേയുടെ സാലറി 3:5. ഓക്കെ, അപ്പോ 5000 ഇവിടെ വരും, 5000 ഇവിടെ വരും. ഓക്കെ, അപ്പൊ റിയ ഓക്കെ, അപ്പോ 5 × 5 25, 3 × 7 21, ഡിഫറൻസ് എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. ആ 4 യൂണിറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 3 × 5000 5 × 5000 നമ്മൾ എത്ര പറയാം? 2 × 5000. അപ്പൊ എന്ത് വരും? 2 × 5000 10,000. ഓക്കെ, ഇവിടെ പ്രത്യേകം മാറ്റി വരുന്നില്ല. ഇവിടെ എന്താ 4 യൂണിറ്റ് 10,000 തന്നെ വരുന്നത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ആണെന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ റേഡ് ഇൻക്രീസ് ചെയ്തതിനു ശേഷം സാലറി കാണാൻ എന്ത് കണ്ടാൽ മതി? 7 യൂണിറ്റ് കണ്ടാൽ മതി. 7 യൂണിറ്റ് ഇവിടെ 2,500 അല്ല, അപ്പൊ 7 × 2,500 എന്ത് വരും? 7 × 25 എന്താ? 175 ആണ്. 0. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ? ഈ എന്ന കണ്ടീഷൻ ശരിയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് 5000 ഇൻക്രീസ് ആയതിനു ശേഷമുള്ള സാലറി കാണാൻ പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഇൻക്രീസ് ആയതിനു ശേഷമുള്ള റേഷ്യോ ആണ് ഫസ്റ്റ് ചെയ്തേണ്ടത്. ഓക്കെ, ഇവിടെ രണ്ട് രീതിയിലും ഒരേ ആൻസർ വരിക. പക്ഷെ അത് എല്ലായ്പ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഇവിടെ കറക്റ്റ് ആവുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലായ്പ്പോഴും കറക്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് ഏത് വാല്യൂ ആണോ വേണ്ടത് ആ റേഷ്യോ ഫസ്റ്റ് ചെയ്തണം. വീണ്ടും പറയുന്നു, ഏത് വാല്യൂ ആണോ വേണ്ടത് ആ റേഷ്യോ ഫസ്റ്റ് ചെയ്തണം. വീണ്ടും പറയുന്നു, ഏത് വാല്യൂ ആണ് വേണ്ടത് ആ റേഷ്യോ ഫസ്റ്റ് ചെയ്തണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ പിന്നെ കൺഫ്യൂഷൻ എടുക്കേണ്ട ഒന്നുമില്ല. അത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ആദ്യം 3:5 സാലറി, പിന്നെ 5:7 സാലറി ആയി, റേഷ്യോ ആയി. എത്ര കൂടിയപ്പോ? 5000 കൂടിയപ്പോ. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രസന്റ് സാലറി എന്ന് പറയുമ്പോൾ റിയ. ഇത് റിതല്ലേ? ഇത് റിതാണ്, ഇത് റിയ ആണ്. ഓക്കെ, പ്രസന്റ് സാലറി 3 ഉണ്ടായിരിക്കും, 5 ഉണ്ടായിരിക്കും. അങ്ങനെ കാണാം. 3 × 7 21, 5 × 5 25, ഡിഫറൻസ് എത്ര യൂണിറ്റാ? 4 യൂണിറ്റ്. ആ 4 യൂണിറ്റിന്റെ വാല്യൂ 5 × 5000, 7 × 5000 ഡിഫറൻസ് 10,000. ഓക്കെ, അപ്പോ റേയുടെ പ്രസന്റ് സാലറി എത്ര യൂണിറ്റ്? 5 യൂണിറ്റ്. എന്ത് 12,500 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഹൃദയയുടെ പ്രസന്റ് സാലറി എങ്ങനെ കാണാം? 3 യൂണിറ്റ്. 3 × 2,500 എന്ത് വരും? 7,500 വരും. ക്ലിയർ അല്ലേ? ഇവിടുത്തെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി ഇത് വളരെ ബേസിക് ആയിട്ട് ഇങ്ങനെയും ചെയ്യാം. ഹൃദയയുടെയും സാലറി റേഷ്യോ 3:5. അപ്പൊ റിയ ഓക്കെ 3:5, 3x 5x എടുക്കുക. എന്നിട്ട് എന്തായി? സാലറി 5000 ഇൻക്രീസ് ആയി. അപ്പോ ചില ആൾക്കാരൊക്കെ തീരെ ക്രോസ് പേപ്പർ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. സാലറി എന്തായി? 5000 ഇൻക്രീസ് ആയി. അപ്പൊ 3x + 5000 ഡിവൈഡ് ബൈ 5x + 5000. അതിന്റെ റേഷ്യോ ആണത് 5:7. എന്നിട്ട് സോൾവ് ചെയ്യാം. 21x + 7 മൈനസ് 25. സോറി, അത് ഈസ് ഈക്വൽ ടു 25x അല്ല 525 മൈനസ് 25,000. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇവിടെ 21x അങ്ങോട്ട് പോയാൽ 25x മൈനസ് 4x. 4x ഈസ് ഈക്വൽ 35,000 + 25,000. 35 25 എന്താ? 40 20 60 60,000 വരും. 60,000. മിസ്റ്റേക്ക് പറ്റിയോ എന്തെങ്കിലും? 3:21 7 35 35,000 5 25 25,000. ഓക്കെ, 4x is equal to 35,000 minus 35,000 plus 25,000. 30 20 50 60 6,000 വരും. എക്സിന് വരും 3000 1500. എക്സിന് വരും തരും 1500. 5x ഒന്നുകൂടി ചെയ്യാട്ടോ. എന്തെങ്കിലും ഞാൻ ഇപ്പൊ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാൻ കേട്ടോ.
അഥവാ ഞാൻ ബേസിക് മെത്തേഡ് ചെയ്യണം ഒന്നുകൂടി, ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നു. അഥവാ ഇപ്പോഴത്തെ റേഷ്യോ എന്താ 3:5 ആണ്. അപ്പൊ എന്തെടുക്കാം, 3x 5x എന്നുള്ള രീതിയിൽ എടുക്കാം. എന്നിട്ട് 5000 ഇൻക്രീസ് ആണ്. അപ്പൊ 3x പ്ലസ് 5000 റിതക്ക്, അതേപോലെ റിയക്കും 5x പ്ലസ് 5000, അതിന്റെ വാല്യൂ അതിന്റെ റേഷ്യോ എന്തായി 5/7 ആയി. ഇനി 7 × 3 21, 21x പ്ലസ് 7 × 5 35, 35 എത്ര 0 3 0 35,000. അതേ സീക്വൽ 5 × 5 25, 25x പ്ലസ് 5000 × 5 25,000. ഓക്കെ, ഇതങ്ങോട്ട് പോയാൽ 21x 4x, 4x is equal to, അവിടെ രണ്ടിടത്തും പ്ലസ് ആണ്, മൈനസ് അല്ല. 4x is equal to 35,000 മൈനസ് 25,000 വരും 10,000 അല്ലെ, 10,000. അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ എക്സ് എന്ത് വരും 2500. എക്സ് 2500 ആണെങ്കിൽ നമുക്ക് റിയയുടെ പ്രസന്റ് സാലറി വേണ്ടത്, റിയയുടെ പ്രസന്റ് സാലറി എന്താ 5x, 5 × 2500 എന്ത് വരും 125,000, 12,500 വരും. ഓക്കെ, ഇതാണ് എന്ത് ബേസിക് മെത്തേഡ്. കുറച്ച് എന്താ സ്റ്റെപ്പുകൾ കൂടുതലാണ് അല്ലെ, ഒരുപാട് ഗുണിക്കണക്ക് വരുന്നുണ്ട്. അതിനേക്കാൾ നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ്. സാധാരണ ഒരു SSC RRB ആസ്പിരന്റ് ഒക്കെ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ആ ഒരു ഏരിയയിൽ മാത്രം, ഒരുപാട് ഏരിയയിൽ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഒരുപാട് ഏരിയകൾ അത് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോ കംപ്ലീറ്റ് എക്സിന് ഒഴിവാക്കുന്ന ഞാൻ പറയാറില്ല, കാരണം അത് ആവശ്യം വരുന്ന കേസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ എക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും, നിങ്ങൾക്ക് പുതിയ മെത്തേഡ്സോ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ക്ലാസ് കൂടി നമുക്ക് ചെയ്യാൻ എന്തില് റേഷ്യോ പ്രൊപ്പോർഷനിൽ, അത് ഒരു 1 മണിക്കൂർ ക്ലാസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏജിന്റെ ഒരു ക്ലാസ് കൂടി ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്താ പുതിയ ടോപ്പിക് അല്ല, ഇതിന്റെ പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.